പരിശുദ്ധ അമ്മേ മാതാവേ, കുരിശിൻ ചുവട്ടിലെ തൻ്റെ സുതൻ മരിക്കുമ്പോഴും ഔസേപിതാവിൻ്റെ മരണസമയത്ത് അമ്മേ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഈ നോമ്പ് കാലഘട്ടത്തിലെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ധ്യാനിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഉപഭോഗ സംസ്കാരത്തിൽപ്പെട്ട് ഇതാണ് എൻ്റെ ലോകമെന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ നശ്വരത, നീർക്കുമള പോലെയാണ് ഈ ജീവിതം എന്നുള്ളൊരു തിരിച്ചറിവ്, ബോധ്യം പരിശുദ്ധ അമ്മേ ഈ ദൈവമക്കളുടെ ഹൃദയത്തിലെ പതിപ്പിക്കണമേ. ഞങ്ങളുടെ മരണസമയത്ത് അമ്മ കൂടെ ഉണ്ടാകണേ. ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം കർത്താവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങൾ ധ്യാനിക്കുന്ന ഈ പുണ്യപ്പെട്ട ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആ അവസാന ദിവസം ഒന്ന് ധ്യാനിക്കാം. ഈ കൊച്ചു മണിക്കൂറിൽ ഞാൻ നേടിയതും ഞാൻ സമ്പാദിച്ചതുമായ എല്ലാം എന്നെ വിട്ടുപോകുന്നൊരു ദിനം, അല്ലെങ്കിൽ അതെന്നെ വിട്ടുപോകും, അല്ലെങ്കിൽ ഞാൻ അതിനെ ഉപേക്ഷിക്കേണ്ടി വരും. അതെ, നമ്മുടെ ആ ഡെത്ത് പോയിന്റ്, അവിടെ കഴിഞ്ഞു ഈ ഭൂമിയിലെ ജീവിതം. പക്ഷെ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഇഷ്ടപ്പെടാത്തതും ഈ മരണം എന്ന യാഥാർത്ഥ്യം. നമുക്ക് ധ്യാനിക്കുക. ഈ കുറച്ച് മണിക്കൂറിൽ മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയൊക്കെ ഭക്തിയാദരപൂർവം ആലപിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണിത്. ഓരോ ദൈവാലയത്തിലും കർത്താവിൻ്റെ ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കുന്ന ദിവസങ്ങളാണിത്. ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിനപ്പുറത്ത് ഇനി ഞാനും നിങ്ങളും ഒരുമിച്ചിരുന്ന് ചിന്തിക്കണം, ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ധ്യാനിക്കണം. എനിക്കും പീഡാനുഭവത്തിന് നാളുകളുണ്ട്, എനിക്കും സഹനത്തിന് നാളുകളുണ്ട്, എനിക്കും ഒരിക്കൽ മരിക്കണം. ജീവിതത്തിൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് ഉത്ഥാനത്തിലെ പ്രതിഫലം സ്വീകരിക്കാൻ കർത്താവിന് ന്യായാസനത്തിങ്കിൽ വരണം. അതേ ദൈവമക്കളെ, അനന്തമായ സന്തോഷവും നിത്യമായ ശിക്ഷയും കാത്തിരിക്കുന്നു. ജെറമിയ പ്രവാചകനിലൂടെ വചനം പറയുന്നു, ജീവന്റെയും മരണത്തിന്റെയും മാർഗങ്ങൾ നിന്റെ മുൻപിൽ ഞാൻ വയ്ക്കുന്നു. യു ഹാവ് എ ഫ്രീഡം ഓഫ് ചോയ്സ്. തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുണ്ട്. മരണം വരെ നന്മ ചെയ്യുകയാണെങ്കിൽ, നന്മയുടെ വഴിയെ പോകുകയാണെങ്കിൽ നിത്യമായ ആനന്ദം, സ്വർഗം. ഈ ലോകത്തിൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തിന്മയുടെ വഴി, ഈ ലോകത്തിൻ്റെ സുഖങ്ങളാണെങ്കിൽ നിത്യമായ ശിക്ഷ. ഇത് രണ്ടും നമ്മെ കാത്തിരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമായി ജീവിതം. നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ ഈ മണിക്കൂറിനെ സമർപ്പിക്കാം. അമ്മയുടെ വലിയ മാധ്യസ്ഥ്യം ഈ മണിക്കൂറിൽ ഉണ്ടാകട്ടെ. തമ്പുരാന്റെ വചനത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് കാതോർക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 23-ാം അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിൽ തിരിശില നടുവേ കീറി. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. അവൻ്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഒരു സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ വലിയ ദൈവശാസ്ത്രങ്ങളൊന്നുമല്ല, മറിച്ച് നമുക്ക് ഉറപ്പുള്ള ബോധ്യം, അത് നിങ്ങളൊന്നും കൂടി മനസ്സിൽ ഉറപ്പിച്ചിട്ട് കടന്നു പോകാമെന്ന് അച്ഛൻ വിചാരിക്കുക. ഞാൻ ഈ ധ്യാനത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളേതായാലും ജനിച്ചു ജീവിച്ചു കൊണ്ടിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇനി നടക്കുമെന്ന് ഉറപ്പുള്ള 3 കാര്യങ്ങളൊന്ന് പറയാവോ? അതിൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൽ ഇനി നടക്കുമെന്ന് ഉറപ്പുള്ള 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള 3 കാര്യങ്ങൾ. ഒന്ന് മരണം, ഓക്കെ,
പിന്നെ സമയക്കുറവ് കൊണ്ട് പറയാം, നിങ്ങൾക്ക് എത്ര ദിവസം തന്നാലും എത്ര മണിക്കൂർ തന്നാലും 2 കാര്യങ്ങൾക്കേ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ളൂ. ഒന്ന്, ഞാൻ മരിക്കും. ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, അത് പ്രകൃതി സത്യമാണ്. എല്ലാ പദാർത്ഥങ്ങൾക്കും ഒരു തുടക്കമുണ്ടെങ്കിലേ അതിനൊരവസാനമുണ്ട്. ഈ ഭൂമിക്ക് ഒരു തുടക്കമുണ്ടെങ്കിലേ അതിനൊരവസാനമുണ്ട്. എല്ലാത്തിനും ഒരവസാനമുണ്ട്. എനിക്കും നിങ്ങൾക്കും ഒരവസാനമുണ്ട്. ഞാനും നിങ്ങളും കടന്നു പോകും, ഈ ഭൂമി വിട്ടു പോകും. പറഞ്ഞു ഹല്ലേലൂയ. ശബ്ദം പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഉറപ്പുള്ള യാഥാർത്ഥ്യം ഈ പ്രസന്റ് ആണ്, ഈ നിമിഷമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഉറപ്പുണ്ടല്ലോ, ഇതും ഉറപ്പുള്ള കാര്യമാണ്. ഇത് വിട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്ര ദിവസം എത്ര മണിക്കൂർ തന്നാലും എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും അച്ഛനെ എഴുതി തരാൻ പറ്റും, ബാക്കി ഒന്നിനും ഉറപ്പില്ല. പ്രിയമുള്ളവരെ, ഒരു ചേട്ടൻ ധ്യാനിപ്പിക്കുന്ന സമയത്ത് താമസ ധ്യാനത്തിന് ഈ മരണത്തിന്റെ ക്ലാസ് 4 മണിക്കൂറാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ആരോഗ്യത്തിന് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ കരാട്ടെ പഠിച്ച അച്ഛനാ. 3.5 വർഷം കോട്ടയം സെമിനാരിയിൽ ഷോട്ടോക്കാൻ പഠിച്ചതാ കരാട്ടെ. ഇപ്പൊ കാല് പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഉറപ്പില്ല സ്നേഹമുള്ളവരെ, സമ്പത്തിന് ഉറപ്പില്ല, ബന്ധങ്ങൾക്ക് ഉറപ്പില്ല, ഈ ജീവിതത്തിൽ ഒന്നിനും ഉറപ്പില്ല. 2 കാര്യങ്ങൾക്ക്. ഒന്ന്, ഈ പ്രസന്റ്, ഈ വർത്തമാന കാലഘട്ടം, ഇതെനിക്ക് ഉറപ്പുണ്ട്. 2, ഞാൻ മരിക്കും എന്ന് ഉറപ്പുണ്ട്. എന്നൊക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോണത്? ഉറപ്പുള്ള ഈ 2 യാഥാർത്ഥ്യങ്ങൾ എന്റെയും നിങ്ങളുടെയും മുൻപിൽ നിൽക്കുമ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഉറപ്പില്ലാത്ത പല കാര്യങ്ങളെയും കുറിച്ച് ഞാൻ ചിന്തിച്ച് ഓടിയത് കൊണ്ടല്ലേ ഇന്നലെ വരെ എന്റെയും നിങ്ങളുടെയും ഒക്കെ കാലിടറിപ്പോയത്, പരാജയം മണത്തുപോയത്. ഉറപ്പുള്ള യാഥാർത്ഥ്യമുണ്ട്, ഞാൻ കടന്നു പോകും. പ്രഭാഷകന്റെ പുസ്തകം 7:36 ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യം ചിന്തിക്കുക, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ഈ വചനം വളരെ പ്രകടമായത് 2018 പ്രളയം വന്നു. എന്തൊരു സ്നേഹമായിരുന്നു അല്ലേ? അവിടെ ജാതിയില്ല, മതമില്ല, അറിവുള്ളവൻ അറിവില്ലാത്തവൻ വേർതിരിവില്ല. അവിടെ എല്ലാവരും ക്ലാസ് റൂമുകളിലാണ്. അറിവുള്ളവനും പണമുള്ളവനും സഹായിക്കാൻ എത്രയോ സന്നദ്ധ സംഘടനകൾ. എനിക്ക് മത്സ്യത്തൊഴിലാളികളോട് നന്ദി പറയാം. ഒരുപാട് പേര് മത്സ്യത്തൊഴിലാളികൾക്കും മുക്കുവർക്കും വിലയുണ്ടെന്ന് തെളിയിച്ചൊരു കാലഘട്ടമല്ലേ? മനുഷ്യനെ മനുഷ്യനായി കാണാൻ തുടങ്ങി. അവിടെ വർഗീയത നിലച്ചു. അതുവരെ ചാനൽ ചർച്ചകളിലുമൊക്കെ വർഗീയത വിഷം ചീറ്റിയിരുന്ന കാലഘട്ടം. പക്ഷേ ആ പ്രളയത്തിന്റെ സമയത്ത് അതൊക്കെ നിലച്ചു. എവിടെയും നിലവിളി. കാരണം മനുഷ്യൻ മരണം കണ്ടുകൊണ്ടിരിക്കുക. രണ്ടാമത് 2020 കൊറോണ ചൈനയിൽ പിടിപെട്ടപ്പോൾ അത് നമ്മെ ബാധിച്ചില്ല. ഇന്ത്യയിലേക്ക് വ്യാപിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ വരില്ല എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ലോകം മുഴുവൻ അടഞ്ഞുപോയില്ലേ? എവിടെയും കരച്ചിലും നിലവിളിയും നമ്മൾ കേട്ടതല്ലേ? അപ്പോഴും മനുഷ്യനെ മനുഷ്യനായി കണ്ടു. കൊറോണയ്ക്ക് റൂം അടച്ചിരിക്കുമ്പോ അപ്പുറത്തെ വീട്ടുകാരെ വാതിൽ പലകയിലെ അല്ലെങ്കിൽ മതിലിന്റെ പുറത്തൊക്കെ ഭക്ഷണം വെച്ച് പോയില്ലേ? എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോഴോ മനുഷ്യൻ അവന്റെ പഴയ സ്വഭാവം പുറത്തെടുത്തു. വർഗീയതയും വിഷം ചീറ്റലും പരസ്പരം പോരടിക്കലും അത് കുടുംബത്തിന്റെ അകത്തുനിന്ന് തുടങ്ങി. എന്താ കാരണം? ഈ 2 സംഭവങ്ങളും ദൈവം എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകിയതാ. മരണം നിന്റെ മുൻപിലുണ്ട്. പറഞ്ഞു ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, അച്ഛൻ ഈ കാലഘട്ടത്തില് എനിക്ക് ഉറപ്പുള്ള ബോധ്യങ്ങളെ ഞാൻ സംസാരിക്കാറുള്ളൂ. ഉറപ്പില്ലാത്ത ഒന്നിനെ കുറിച്ച് ഞാൻ വാചാലമാകില്ല. കാരണം വെറുതെ പാഴ്വാക്കുകളാ, കേട്ടിരിക്കാൻ ഒരു സുഖം ഉണ്ടാകും. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ഞാനും നിങ്ങൾ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഓർക്കാൻ ധ്യാനിക്കാൻ താല്പര്യമില്ലാത്ത വിഷയമാണ് എന്ത് ഞാൻ മരിക്കും. ഞാൻ സിമ്പിളായിട്ടൊരു ചോദിക്കുക. നാളത്തെ പ്രഭാതത്തിൽ ധൈര്യമുള്ളവർ കൈവയ്ക്കാൻ മതി. നാളത്തെ പ്രഭാതത്തിൽ എഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവയ്ക്കേ. ഞാൻ മലയാളത്തിലല്ലേ പറയണേ, മോളെ ബാക്കിലേക്ക് തിരിയുന്നില്ലേ? നാളത്തെ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈപ്പൊക്ക്. വീണ്ടും കഞ്ചാവടിച്ച കോഴി പോലെയാണല്ലോ ഇരിക്കണേ.
കൈ പൊക്കണമെന്ന് ആഗ്രഹം ഉണ്ടാച്ചാ, പക്ഷെ എങ്ങാനും പൊക്കി കഴിഞ്ഞിട്ട് നാളെ അടിച്ചു പോവുകയാണെങ്കിൽ ഈ നാട്ടുകാർ എന്ത് വിചാരിക്കും? അച്ഛൻ പറഞ്ഞു വല്ലാണ്ട് നികളിപ്പ് കാണിച്ചതാ, അപ്പം എന്തുണ്ടായത്? പോയി. ഒന്നുകൂടി ചോദിക്കുക, നാളത്തെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കി. ഒരൊറ്റ മനുഷ്യൻ പൊക്കണില്ലല്ലോ, ആരുമില്ലേ? അപ്പം ഞാൻ മാത്രമേ പൊക്കുന്നുള്ളൂ. എൻ്റെ കൂടെ ചേരാൻ ആരുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്നേഹമുള്ളവരെ, നാളത്തെ ദിവസം പോലും ഉറപ്പില്ലാത്ത ഞാനും നിങ്ങളുമാണ് 4, 5, 10, 12, 20 വർഷം അപ്പുറത്തുള്ള പദ്ധതികൾ തലയിലിട്ട് പെരുക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് പോലും പ്രവർത്തിക്കാൻ പ്രവേശിക്കാൻ കഴിയാത്ത വിധം എയർ ടൈറ്റ് ഉണ്ടായിട്ടുള്ള പദ്ധതികൾ മെനയല്ലേ തലയില്. പക്ഷെ നാളത്തെ പ്രഭാതം ഉറപ്പില്ല. 4, 5, 10 വർഷം മക്കൾ ജനിക്കുമ്പോഴേക്കും അവരെ ഏത് വിധത്തിലാക്കണമെന്ന് പദ്ധതികൾ മെനയുക. പക്ഷെ നാളത്തെ പ്രഭാതം ഉറപ്പില്ല. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ് പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ഒരു പുതിയ ആത്മീയത എനിക്കും നിങ്ങൾക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഓരോ പ്രഭാതത്തിലും മരണമെന്ന യാഥാർത്ഥ്യം നീ ധ്യാനിക്കേ. അതുകൊണ്ട് ഞാൻ പറയും, ഡെത്ത് കണ്ടംപ്ലേഷൻ ഈസ് ദ ബെസ്റ്റ് കണ്ടംപ്ലേഷൻ. മരണമെന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് ധ്യാനിക്കലാണ് ഏറ്റവും വലിയ ധ്യാനം, ഏറ്റവും വലിയ മെഡിറ്റേഷൻ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഞാനെന്ന ഭാവമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് പോയി ആ സിമിത്തേരിയിൽ നിൽക്കണം, സിമിത്തേരി സന്ദർശിക്കണം. കാരണം ഇന്നലെ വരെ വെട്ടിപ്പിടിച്ചവരും ഇന്നലെ വരെ പേരെടുത്തവരും ഒക്കെ ഇന്ന് ഒന്നും കൊണ്ടുപോകാതെ അവിടെ കിടപ്പുണ്ടെന്നേ. നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 4:1. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ചുരുങ്ങിയ മണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിന് നശ്വരത, നീർക്കുമുള പോലെയുള്ള ഈ കുറച്ച് ജീവിതം. ഞാൻ ഈ കുറെ നാളുകൾ സാനിറ്റോറിയത്തിലായിരുന്നു, അച്ഛന്മാരുടെ വിശ്രമ സ്ഥലത്ത്. ഇതേതാണ്ട് പൂളത്തടിയ. ഞാൻ പറഞ്ഞല്ലോ, കരാട്ട പഠിച്ച അച്ഛന് 3.5 വർഷം സെമിനാരിൽ ആവേശം കൊണ്ടാ. പക്ഷെ ഇപ്പൊ കാല് പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്, വണ്ടി ഓടിക്കാൻ പറ്റില്ല. 1 മാസം ലീവ് കഴിഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ. ഒരാഴ്ചയായിട്ടില്ല ഇടവകയിൽ കയറിയിട്ട്. ഞാൻ ഈ സാനിറ്റോറിയത്തിൽ കിടക്കുന്ന സമയത്ത് വെറുതെ എൻ്റെ ജീവിതം ഒന്ന് ധ്യാനിച്ചു, എൻ്റെ ലൈഫിനെ ഒന്ന് ധ്യാനിച്ചു. ഒരു കണക്കിൻ്റെ രൂപത്തിൽ. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് കണക്കാണല്ലോ. നമുക്ക് എത്ര ആയുസ്സുണ്ട് ഭൂമിയിൽ? എത്ര വർഷം കിട്ടും? ഞാൻ വെറുതെ ഒരു കണക്ക് പറയാം. ഞാൻ ഈ താമസിച്ചുള്ള ധ്യാനത്തിന് ഈ കണക്ക് പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, അച്ഛൻ എഴുന്നേറ്റ് നിർത്ത്, BP കൂടിയിട്ട് വയ്യാന്ന്. ചേട്ടൻ BP കൂടിയോണ്ട് എനിക്കെന്ത് പോയി? ഞാൻ എൻ്റെ ടോക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഈ കാലഘട്ടത്തിൽ ചിലരൊക്കെ പറയും, വൈദികർ ഉൾപ്പെടെ, അച്ഛാ ജനങ്ങളെ ഇമോഷണലാക്കരുത്. ഞാൻ എന്ത് ഇമോഷണലാക്കണത്? എനിക്ക് ഉറപ്പുള്ളൊരു യാഥാർത്ഥ്യം മരിക്കുന്നുള്ളതാണ്. 2 ഇപ്പോഴത്തെ ഈ പ്രസന്റും. അതുകൊണ്ട് ഈ പ്രസന്റിനെ ഞാൻ വിശുദ്ധമാക്കുന്നു, മനോഹരമാക്കുന്നു, മരണത്തെ മുന്നിൽ കാണുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും ഞാൻ പറയും, നിത്യതയിലേക്ക് നോക്കിയിട്ടുള്ളൊരു യാത്രയാണ് ഞാൻ നടത്താൻ ശ്രമിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞു ഹല്ലേലൂയ. നിത്യത, ഇതിനപ്പുറത്ത് അനന്തമായ സന്തോഷം, അനന്തമായ ശിക്ഷ, ഇത് രണ്ടും കാത്തിരിപ്പുണ്ട്. ഇതൊന്ന് ധ്യാനിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞു ഹല്ലേലൂയ. അപ്പോ ഞാൻ ഈ സാന്റോറിയത്തിലായിരിക്കുമ്പോൾ വെറുതെ സങ്കീർത്തകൻ പാടുന്നുണ്ട്, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 മനുഷ്യന്റെ ആയുസ്. എത്ര? ഏറിയാൽ 70 കഴിഞ്ഞവരൊന്നും കൈപൊക്കിയേ. കുറച്ച് പേരൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ യാചനയൊക്കെ നിർത്തണം. യാചന പ്രാർത്ഥന അവസാനിപ്പിച്ച് നന്ദി മാത്രമായിരിക്കണം. കാരണം ഇനി അങ്ങോട്ട് കിട്ടുന്നതൊക്കെ ബോണസാ. 80 കഴിഞ്ഞവർ കൈപൊക്കിയേ. ഒരപ്പച്ചൻ മാത്രമേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ ഉണ്ട്. നിങ്ങൾ തീർത്തും ബൈബിളിലെ മനോഹരമായ കഥാപാത്രങ്ങളെ അച്ഛനൊന്ന് പരിചയപ്പെടുത്താം. 2 പേരാ, വാർദ്ധക്യത്തിലെ ശമയോനും അന്നായും. പരിചയമുണ്ടോ? ശമയോൻ, അന്ന. ശമയോൻ എന്താ പറഞ്ഞത്? രക്ഷകനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ ബോധ്യം കിട്ടിയവനാ. എന്നിട്ട് ഈ ഉണ്ണീശോയെ കരങ്ങളിലെടുത്തിട്ട് ശമയോൻ എന്നാ പറയുന്നതെന്നറിയോ? രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു, സമാധാനത്തോടെ വിട്ടയക്കണേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? എൻ്റെ ലൈഫിൽ പരിചയപ്പെട്ടിടത്തോളം 3-4 പേരാണ് അച്ഛാ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു, ഒരു നല്ല മരണത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞത് വിരലിലെണ്ണാവുന്ന കുറച്ച് പേര് മാത്രമാണ്. അടുത്ത നാളുകളിൽ ഞാനൊരു രഞ്ജിത്തച്ഛനും കൂടി ഒരു പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു മുണ്ടും ചട്ടയെടുത്ത അമ്മച്ചി, പഴയ പാരമ്പര്യം എടുത്ത അമ്മച്ചി ഓടി വന്നിട്ട് അച്ഛനൊക്കെ കിതച്ചിടും, അച്ഛാ നിക്ക് കാറിൽ കയറാൻ നിൽക്കുക, എന്തേ
അച്ഛാ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. എന്തേ? നടക്കാൻ പറ്റുന്നില്ല അച്ഛാ, മുട്ടുവേദനയാണ്. വയസ്സ് 75-76 ഉണ്ട്, മുട്ടുവേദനയാന്ന്. അച്ഛൻ പറഞ്ഞു ആ പ്രാർത്ഥിക്കാം. അച്ഛൻ കാറിൽ കയറി. എന്നിട്ട് കാറിൽ കയറിയിട്ട് പറയണേ, അമ്മച്ചിക്ക് വയസ്സായി എന്ന് തോന്നുന്നില്ല എന്നാ തോന്നണേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒരു ട്രെൻഡ് ഉണ്ട്. ഈ വയസ്സൊക്കെ ഒരു നമ്പറാ. വയസ്സ് തന്നെയാ. ഒരാശ്വാസത്തിന് വേണ്ടി വയസ്സൊക്കെ ഒരു നമ്പർ മാത്രമാണ്. നീ ഇപ്പോഴും ചെറുപ്പാ. ഒരു സഹോദരി 60 വയസ്സോളായിട്ടുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കസാരമേ കയറരുത്, ഒറ്റയ്ക്കാണ്, ഒന്നും ചെയ്യരുത്, ആവേശം വേണ്ട. കാരണം മനസ്സ് ചെറുപ്പാണെങ്കിലും ശരീരം വയസ്സായി. കേട്ടില്ല, ഇന്നലെ കെട്ടി പറഞ്ഞു വീണു, കാലുളുക്കിയിരിക്കുക. ഒരൽമാരെ തന്നെ മാറ്റാൻ നോക്കിയതാ, നട്ടല് തീരുമാനമായി. പ്രിയമുള്ളവരെ, ശരീരം അടയാളം തരും നിനക്ക്. സങ്കീർത്തകൻ പറയാ, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 മനുഷ്യായുസ്. ഞാൻ ഈ വചനം കുറേയൊക്കെ ഒന്ന് ധ്യാനിച്ചു. കാരണം സാനിറ്റോറിയത്തിൽ വിശ്രമ ജീവിതമല്ലേ. ഒരു പക്ഷെ വയസ്സായ അച്ഛന്മാരോട് ഞാൻ എണ്ണപ്പെട്ടു. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ശരീരം വീണു പോയി. അപ്പോൾ ഞാൻ അവിടെ ധ്യാനിച്ചു ഗൗരവമായിട്ട് എൻ്റെ ലൈഫിനെ കുറിച്ച്. അതിൽ ഞാൻ കണ്ടെത്തിയൊരു സത്യം കണക്ക് രൂപത്തിൽ നിങ്ങളോട് പറയാം. 70 വർഷമാണ് ഒരു മനുഷ്യന് ആയുസ്സെങ്കിൽ എത്ര ദിവസം ഉണ്ടാകും? ഒരു വർഷത്തിലെ 365 ദിവസം. ഇപ്പൊ 70 × 365, 70 വർഷം കിട്ടുകയാണെങ്കിൽ 25,550 ദിവസം മാത്രമേ ഉള്ളൂ. 70 വർഷം കിട്ടുകയാണെങ്കിൽ ഈ 25,550 ദിവസത്തില് 8,000 ദിവസത്തിന് മണിക്കൂറുകൾ ഉറങ്ങാൻ വേണ്ടി മാത്രം. ചിലർക്ക് കൂടും, ചിലർക്ക് കുറയും. കാരണം ചിലരെ സംബന്ധിച്ച് എന്താണ്, ഉറക്കം കൂടുതലാ. 7-8 മണിക്കായിട്ടാണ് കാലത്ത് പുറത്തേക്ക് വരുള്ളൂ. ചിലരങ്ങനെയല്ല, ഉറക്കമില്ലാത്ത രാത്രികളാ. ബിസിനസ്, പണം, ടെൻഷനാ, ഉറക്കം നഷ്ടപ്പെട്ടു. അവരെ സംബന്ധിച്ച് ഇതിൽ കണക്കിൽ ചെറിയ വ്യത്യാസം വരും. ഒരു നോർമൽ മനുഷ്യന്റെ കണക്കാ 25,550 ദിവസത്തിന് മണിക്കൂറിൽ 8,000 ദിവസത്തിന് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി മാത്രം. അടുത്ത 8,000 ദിവസത്തിന് മണിക്കൂർ നമ്മുടെ ജോലി, നമ്മുടെ വിനോദങ്ങൾ, റിക്രിയേഷൻ, തിരക്ക. അവിടെയൊന്നും ദൈവത്തെ ഓർക്കാൻ സമയമില്ല. നമ്മുടെ ജോലി, നമുക്ക് വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, പണ്ടൊക്കെ ദൈവിക കേന്ദ്രീകൃതമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം. ദൈവത്തിലേക്ക് നോക്കി, ദൈവത്തിന്റെ കൽപ്പനകൾ നോക്കി. എന്നാൽ ഇന്ന് മനുഷ്യ കേന്ദ്രീകൃതമാണ്. ഈ ഉത്തരാധുനിക കാലഘട്ടത്തിലെ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ്, ആന്ത്രോപോസെൻട്രിക്. മനുഷ്യൻ, എൻ്റെ സുഖം, എൻ്റെ സന്തോഷം. എനിക്കിന്ന് വിജയം കിട്ടുകയാണെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. എനിക്കൊരു പരാജയം, ഒരു വേദന വരികയാണെങ്കിൽ ഞാൻ വിഷമിക്കുന്നു, നിരാശപ്പെടുന്നു, ജീവിതം അവസാനിപ്പിക്കുന്നു. ഒരു ചെറിയ വേദന പോലും ഉൾക്കൊള്ളാൻ ഇന്ന് പുതുതലമുറയ്ക്ക് മടിയാ. അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഇടവകയ്ക്കടുത്ത് ഒരു വീട്ടിൽ 10ാം ക്ലാസ് പരീക്ഷ നടക്കുക. അപ്പൊ അവള് മൊബൈൽ എടുത്ത് കളിക്കുകയാണ്. അമ്മ പറഞ്ഞിടേ, മോളെ മൊബൈൽ അവിടെ പോയി പഠിക്കുക. ഇത്രേ പറഞ്ഞുള്ളൂ. ഒരു ഹൈന്ദവ ഫാമിലിയാ. അവളിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പോയി റൂമിലേക്ക് കയറി വാലടച്ചു. അമ്മ വിചാരിച്ചു അവള് പഠിക്കാൻ കയറിയതാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കസാര വീഴുന്ന ശബ്ദം കേട്ടു. അപ്പോഴും അമ്മ നോക്കിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കി, ഫാൻമ കെട്ടി തൂങ്ങി. ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു, പക്ഷെ മരണം സ്ഥിരീകരിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ എൻ്റെ ലൈഫ്, എൻ്റെ സന്തോഷം, എൻ്റെ കുടുംബം, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, ഇതൊക്കെ ആരാ തന്ന? സ്നേഹമുള്ളവരെ, ആ തന്നവനെ മറന്നുപോയിട്ട് നീ ഓടാൻ തുടങ്ങുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നിനക്ക് നഷ്ടപ്പെടും ലൈഫിൽ. അവർ പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെ പ്രിയമുള്ളവരെ, ദാനമായി കിട്ടിയതായി ജീവിതം, ദാനമായി കിട്ടിയതായി ശരീരം, ദാനമായി കിട്ടിയതാ എൻ്റെ അറിവ്, എൻ്റെ പണം, എൻ്റെ സമ്പത്ത്, എൻ്റെ ബന്ധങ്ങൾ, ഇതൊക്കെ ദാനമായി കിട്ടിയതാ. ഈ ദാനമായി ഞാൻ ഇതൊക്കെ സ്വീകരിക്കുമ്പോഴും ദാതാവിലേക്ക് നോക്കണേ, ദാതാവിലേക്ക് നോക്കണം. അവർ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. 8,000 ദിവസത്തിന് മണിക്കൂർ ഉറങ്ങാൻ, അടുത്ത 8,000 ദിവസത്തിന് മണിക്കൂർ നമ്മുടെ ജോലി, വിനോദങ്ങൾ. 25,550 ദിവസങ്ങളിലെ 16,000 ദിവസം കഴിച്ചാൽ പിന്നെ 9,550 ദിവസം. 70 വർഷമുള്ള ഒരാളുടെ കണക്കാ. 9,550 ദിവസം കഴിഞ്ഞില്ലേ കണക്ക്? ഇനിയും മുന്നോട്ട് പോവുക. ജീവിതത്തിന്റെ ഒരു ഭാഗം ശൈശവം, കുട്ടിക്കാലം, മാതാപിതാക്കളെ ആശ്രയിക്കുന്ന കാലഘട്ടമാണ്. ജീവിതത്തിൽ മറുഭാഗം വാർദ്ധക്യം, മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാലഘട്ടമാണ്. ഇതെല്ലാം കഴിഞ്ഞ് നിന്റെ മുൻപില്, എൻ്റെയും മുമ്പില് സ്വർഗവും നരകവും വെച്ചിട്ട് അത് തെരഞ്ഞെടുക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് 3,550, 4,000, 4,250 ദിവസങ്ങൾ. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ.
ഈ 3250, 4250 ദിവസങ്ങളിൽ നിന്നുകൊണ്ടാ ഞാൻ വെട്ടിപ്പിടിക്കുന്നതും കയ്യേറുന്നതും നിഗളിക്കുന്നതും അഹങ്കരിക്കുന്നതും വാക്കേറ്റം നടക്കുന്നതും. ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? ഇതൊക്കെ നീ നേടിയിട്ട് നാളെ നീ ഇതൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു സമയമില്ല സ്നേഹമുള്ളവരെ. ഇതൊക്കെ ഉപേക്ഷിച്ച് കടന്നു പോകേണ്ട ഒരു സമയമില്ലേ? പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദിവസം കർത്താവിൻ്റെ മരണം ധ്യാനിക്കാൻ എളുപ്പമാണ്. നമുക്ക് കുരിശിന്റെ വഴി മനോഹരമായിട്ട് നമ്മൾ നടത്തും. ഇതൊക്കെ ധ്യാനിക്കാണ്ടോ? കുരിശിന്റെ വഴി ഓരോ സ്റ്റേഷൻ ഉണ്ട്, നോക്കി നോക്കിയേ, മനോഹരമായ ചിത്രങ്ങളാ. എത്ര ഭക്തിപൂർവ്വം നമ്മളത് ധ്യാനിക്കും. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പീഡാനുഭവ വാരത്തിലൂടെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ 14 സ്റ്റേഷനിൽ, ഈ 14 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമാകുമ്പോ ഞാനും നിങ്ങളുമൊക്കെ എടുക്കുന്ന നിലപാടെന്താ? ധ്യാനിച്ചിട്ടുണ്ടാ? അതാ ധ്യാനിക്കേണ്ടത്. കർത്താവിന്റെ പീഡാനുഭവ മരണവും എന്നെ ബാധിക്കുന്നില്ല. പക്ഷേ ഈശോ ഓർമ്മിപ്പിക്കുക, ഞാൻ ജെറൂസലേമിലെത്തും, പീഡകൾ സഹിക്കും, മരിക്കും, 3-ാം ദിവസം തന്നെ ചെയ്യും. ഗുരു തന്നെ ഇത് 3 പ്രാവശ്യം പ്രവചന രൂപത്തിൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പ്രവചിക്കാതെ എത്രയോ പ്രാവശ്യം ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ജെറൂസലേമിൽ, ഈശോ തന്നെ പറയാ, ഞാൻ ജെറൂസലേമിലേക്ക് പോകുക, അവിടെ പീഡ സഹിക്കണം, മരിക്കണം, എനിക്ക് ഉത്ഥാനമുണ്ട്. ക്രിസ്തുവിനെ പിൻചെല്ലുന്ന പിൻഗാമികളായ ഞാനും നിങ്ങളും ഈ വഴി തന്നെ പോകേണ്ടത് സ്നേഹമുള്ളവരെ എന്നോർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതോടെ പറഞ്ഞത് കൊറോണയും പ്രളയവും ഒക്കെ നമ്മെ പഠിപ്പിച്ച സത്യമുണ്ട്. ഈ മരണം ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ അവിടെ സമ്പത്ത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണേ, ഞാൻ എവിടെയും പറയും, ഞാൻ ഇവിടെ പറഞ്ഞു എന്നാ തോന്നണേ, ഒരിക്കൽ കൂടി പറയട്ടെ. ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ, നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ നമുക്ക് സന്തോഷം പകരണത് നമ്മുടെ മക്കളടുത്ത് നിൽക്കുന്നതല്ല, നമ്മുടെ FD റെസീറ്റുകളല്ല, നമുക്ക് ഭൂമിയല്ല, നമ്മുടെ ബന്ധങ്ങളല്ല, മറിച്ച് എന്താ? നമ്മൾ ഭൂതകാലത്തെ ജീവിതത്തിൽ ചെയ്ത നന്മയുടെ ഓർമ്മ, അതെനിക്ക് സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകാൻ എന്നെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. വേറൊന്നിനും എൻ്റെ മരണക്കിടക്കയിൽ എനിക്ക് സമാധാനം നൽകാൻ പറ്റില്ല. ഞാൻ ചെയ്ത നന്മകൾ മാത്രമാണ് എനിക്ക് സമാധാനം പകരുള്ളൂ. അതുകൊണ്ടാ ഈശോ പറഞ്ഞത്, നീ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, നീ സ്വർഗത്തിൽ നിക്ഷേപം കരുത്, അവിടെ തുരുമ്പോ കീടങ്ങളോ ഇല്ല. സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നവൻ, അവന് മരണം സന്തോഷമാണ്. ഉദാഹരണം, അസിസിയിലെ ഫ്രാൻസിസ് മരണത്തെ വിളിക്കുക, ഓ മൈ സിസ്റ്റർ, എൻ്റെ പ്രിയ സോദരി. വിശുദ്ധ അന്തോണീസ് വചനപ്രഘോഷകനാ, നമുക്കറിയാലോ. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് എത്രയോ കൃപകൾ ഈശോയിൽ നിന്നും വാങ്ങി ജനത്തിന് കൊടുത്തു. അഭിഷേകമുള്ളൊരു വിശുദ്ധൻ. ഇന്നും ഞാൻ ആ തീർത്ഥകേന്ദ്രത്തിൽ പോയിട്ടാണ് വരണത്. എത്രയോ ജനങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നു. തിരുശേഷിപ്പിൻ്റെ അടുത്ത് നാവൊന്നും അഴുകാതിരിക്കുകയല്ലേ. വിശുദ്ധ അന്തോണീസ് മരണത്തിൻ്റെ വക്കെത്തിയപ്പോൾ പ്രാർത്ഥനയൊക്കെ നിർത്തി ഒരു ദിക്കിലേക്ക് നോക്കിയിട്ട് വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഈശോയെ കാണുന്നു. എന്തിനു പോകുന്നു? ഈ അടുത്ത നാളുകളിലെ അജ്ന ജോർജ്, ജീസസ് യൂത്തിലെ വൈബ്രന്റ് ആയിട്ടുള്ള 27കാരി, അർബുദം ബാധിച്ച് അവളുടെ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറി. അവൾ ഓഡിയോ ഇന്നും എൻ്റെ കയ്യിലുണ്ട്, അവളുടെ വീഡിയോ ഞാൻ ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. അജ്ന ജോർജിനെ കേട്ടവരൊന്ന് കൈവയ്ക്കേ. ജീസസ് യൂത്തിലെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. മരിക്കുന്ന ദിവസം മൂക്കിലൂടെയാണ് ട്യൂബ് ഇട്ടേക്കുന്നത്. എല്ലാ ദിവസവും വിശുദ്ധുർബാന സ്വീകരിക്കുക. ഈ മരിക്കുന്ന ദിവസം അന്നും വൈദികൻ വിശുദ്ധുർബാനയായിട്ട് വന്നു, ദിവികാരനുമായിട്ട് വന്നു. ആ ദിവികാരത്തെ 1 മണിക്കൂർ ആരാധിച്ചിട്ട് ട്യൂബിലൂടെ ആ ദിവികാരൻ കൺസ്യൂം ചെയ്തു. ആ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണി സമയം ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് പറഞ്ഞതും ഈ നാടിന്റെ സാക്ഷ്യമാണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഇവിടെ പ്രിയമുള്ളവരെ, അവർക്കൊന്നും മരണത്തെ ഭയമില്ല. വിശുദ്ധരുടെ ജീവിതം, പൗലോസ്ലീഹ കഴുത്തറക്കപ്പെടുകയാ. അപ്പസ്തോലന്മാരെ, അവരൊന്നും മരണത്തെ ഭയപ്പെടുന്നില്ല. കാരണം അപ്പുറത്ത് നിത്യമായ ആനന്ദമുണ്ട്. അത് ഈശോയുടെ അടുത്തുള്ള ജീവിതമാണ്. അവരുടെയൊക്കെ നിക്ഷേപം ഈ ഭൂമിയിൽ ബിഗ് സീറോ, അവരുടെയൊക്കെ നിക്ഷേപം സ്വർഗത്തിലായിരുന്നു. പക്ഷേ ഇന്നിന്റെ മക്കൾ, ഞാനും നിങ്ങളുമൊക്കെ നിക്ഷേപം എവിടെയാ? അത് ബന്ധങ്ങളായിട്ടും പണമായിട്ടും പേരായിട്ടും പ്രശസ്തിയായിട്ടും ബിരുദങ്ങളായിട്ടും. അപ്പൊ അതുകൊണ്ട് മരിക്കാൻ നമുക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും പേടിയാ. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും എന്തുണ്ടാവും? ഒരിക്കൽ പോവും.
ചിലർക്ക് നമ്മൾ മറ്റുള്ളവരുടെ മരണം കണ്ടിട്ടുള്ളൂ അല്ലേ? ഈ കാലഘട്ടത്തിൽ മരണം എന്ന യാഥാർത്ഥ്യം ധ്യാനിക്കുമ്പോൾ തമ്പുരാൻ ഒരുപാട് ബോധ്യങ്ങൾ എനിക്ക് നൽകുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ മരണം എന്തൊരു വേദനയാണ്, എന്തൊരു സഹന. പക്ഷേ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് നമുക്ക് ഓർമ്മയുണ്ടോ? അവർക്ക് ഓർമ്മയില്ലോ? അമ്മയിൽ നിന്ന് ആ പൊക്കിൾ കൊടി മുറിക്കുമ്പോൾ ആ വേദന നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ പോലും അറിയില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ കടന്നു പോകും. ഒരുപക്ഷെ ഇതിൻ്റെ അവസാനത്തെ രാത്രിയാണെങ്കിലോ? കാരണം ഇത് അച്ഛൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ അടുത്ത ഇടവകയിൽ ഒരു വാർത്ത അങ്ങനെ കേട്ടു. തലേന്ന് ആ മകൻ 22 വയസ്സുകാരനാ, ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് അമ്മയുമായിട്ട് സംഭാഷണം നടത്തി പ്രാർത്ഥിച്ച് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങിയതാ. രാത്രിയുടെ ഏതോ യാമത്തിലെ അവന് ജീവൻ കൈവിട്ടു. അവൻ പിറ്റേ ദിവസം എഴുന്നേൽക്കേണ്ട സമയമായിട്ടും വാതിൽ തുറക്കാതെ വന്നപ്പോ കതക് തല്ലിപ്പൊളിച്ച് നോക്കുമ്പോ വിറങ്ങലിച്ച ശരീരം. രാത്രിയുടെ ഏതോ യാമങ്ങളില് അവന്റെ ജീവൻ അറ്റുപോയി. വൈദ്യശാസ്ത്രം വിധി എഴുതി അറ്റാക്ക്. ഇത്രയുള്ളൂ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം. ഇതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ടോ? അതുകൊണ്ട് ആ പ്രഭാഷകൻ പറയുന്നത് 7:36 ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ നിന്റെ ജീവിതാന്ത്യം, നിന്റെ ശവടപ്പ് നീ ധ്യാനിക്കേ, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞാൻ ഈ മരണം എന്ന സബ്ജക്റ്റ് ഈ കാലഘട്ടത്തിൽ പ്രഘോഷിക്കുമ്പോൾ, ഈ മരിക്കുന്ന സമയമാകുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ശരീരമൊക്കെ ലൈവാണ് അല്ലേ? എൻ്റെ കൈയും കാലൊക്കെ അനക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ കൈ തരിച്ചു കഴിഞ്ഞാൽ ഈ കൈ പൊങ്ങോ? ചിലർക്ക് തരിപ്പാവും. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. കുറേ നേരം കൈ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കൈയിന് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അപ്പോൾ ഈ കൈയെ ഇങ്ങനെ എടുത്ത് പൊക്കണം. എന്നെ കുറേ പ്രാവശ്യം ആട്ടിയാലാണ് പിന്നെ തന്നെ ആടുള്ളൂ. അപ്പോഴാണ് ഈ കൈയിൻ്റെ വെയിറ്റൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മരണസമയം ആകുമ്പോൾ ഒരു നോർമൽ ഡെത്തിലാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം വെറുതെ ധ്യാനിക്കാൻ വേണ്ടി പറയാം, പേടിക്കണ്ട. ഇത് ധ്യാനിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും നിങ്ങൾ മരിക്കില്ല. കർത്താവിൻ്റെ സമയത്തെ നിങ്ങൾ പോകൂ, കർത്താവിൻ്റെ സമയത്ത് നിങ്ങൾ പോകും. വ്യത്യാസമുണ്ട്. കർത്താവിൻ്റെ സമയത്തെ നിങ്ങൾ പോകൂ, കർത്താവിൻ്റെ സമയത്ത് നിങ്ങൾ പോകും. അപ്പോൾ ഈ മരണസമയം ആകുമ്പോൾ നമ്മുടെ ശരീരാവയവങ്ങളിലേക്കുള്ള ഓക്സിജൻ പ്രവാഹമൊക്കെ നിലയ്ക്കും. മനസ്സിലായല്ലോ? ഈ മരിക്കുന്നവരൊന്ന് തൊട്ടു നോക്കിയാൽ സംഭവിക്കുന്ന കാര്യം, കൈയൊക്കെ തണുത്ത് മരവിച്ചുണ്ടാവും, ഡെഡ്. കൈകാലുകൾ തണുത്ത് മരവിക്കും. പ്രിയമുള്ളവർ, ഇപ്പോൾ എനിക്ക് നിങ്ങളെ കാണാം, നിങ്ങൾക്ക് എന്നെയും കാണാം. എന്നാൽ മരണസമയമാകുമ്പോൾ ഈ കണ്ണിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം നിലച്ചു കഴിഞ്ഞാൽ ഈ ബാഹ്യമായ കാഴ്ച നഷ്ടപ്പെടും. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള കാഴ്ചകളാണ്. ഞാൻ എൻ്റെ തോന്നലാണോ ഒന്നും അറിയില്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഈ മരിച്ച് കിടക്കുന്ന വ്യക്തികളുടെ മുഖത്ത് ഞാൻ നോക്കാറുണ്ട്. അപൂർവം കുറച്ച് പേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുഞ്ചിരിയോടുകൂടി കിടക്കുക. എന്ത് നല്ല മുഖം. ചിലപ്പോൾ നമുക്ക് തോന്നും മരിച്ചിട്ടില്ല എന്നാ തോന്നണേ, നല്ല പുഞ്ചിരിയാണ് മുഖത്ത്. ചിലരുടെ മുഖം ഏതാണ്ട് ഭയാനകമായിട്ടുള്ള മുഖം, ആ മുഖത്ത് കാണാം അച്ചിട്ട പോലെ, എന്തോ കണ്ടു പേടിച്ച പോലെ. ചിലരുടെ മുഖം അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ യുദ്ധത്തിൽ തോറ്റു, ഞാൻ കൂടുതൽ കരുത്താർജിച്ച് വീണ്ടും വരാം, ആ ഒരു മുഖഭാവം. എൻ്റെ തോന്നലാണെന്നറിയില്ല. ഇങ്ങനെ മരിച്ചു കിടക്കുന്നവരുടെ മുഖത്ത് തോന്നിയവരൊന്ന് കൈവക്കിയേ. ചിരിച്ചുകൊണ്ട് കിടക്കുന്ന മുഖമൊക്കെ ആരുടെയെങ്കിലും മുഖത്തുണ്ട്? അവിടെ ഉണ്ടല്ലോ കുറച്ച് പേര്. ഞാൻ ചോദിക്കുന്നവർക്കൊക്കെ കുറച്ച് പേരുണ്ട്. ഇപ്പം അങ്ങനെയല്ല, ഈ മുഖത്ത് നോക്കാൻ നേരമില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ. പണ്ടൊക്കെ ഈ മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഇപ്പം എൻ്റെ അമ്മായി, എൻ്റെ അപ്പച്ചനൊക്കെ മരിക്കുമ്പോൾ അവിടെയുള്ള ഒരു അമ്മായിയും മറ്റമ്മായിമാരൊക്കെ വന്നിട്ട് ചെവിട്ടിൽ ഈശോ മറിയാവുസേപ്പേ ഈ ആത്മാവിനോട് കരുണ തോന്നണേ, ഈശോ മറിയാവുസേപ്പേ ഈ ആത്മാവിനോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞൊരു സത്യമുണ്ട്. ഈ മരിക്കാൻ പോകുന്ന വ്യക്തികളുടെ അടുത്ത് പോയി കരുണയുടെ ജപമാല ചൊല്ലിയാൽ ആ മരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ഞാൻ നീതിയുടെ വിധിയാളനായിട്ടല്ല, കരുണയുടെ കർത്താവായിട്ടാണ് അവന് മുമ്പിൽ ഞാനായിരിക്കുക. നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാ. ആരെങ്കിലും മരിക്കാൻ കിടക്കുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി നമ്മുടെ സമയം മാറ്റിവെച്ച് അവിടെ പോയിരുന്ന് കരുണയുടെ ജപമാല ചൊല്ലി. നമ്മുടെ പൂർവികർക്ക് ഫൗസ്റ്റീനെ അറിയില്ല, കരുണയുടെ ജപമാല അറിയാം, പക്ഷെ അവർക്ക് ഈ ജ്ഞാനം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മായിയൊക്കെ 98 മരിക്കുമ്പോൾ അമ്മായിയുടെ അടുത്ത് ഇത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടതാ. ചെവിട്ടിൽ മറ്റമ്മായിമാര് ഈശോ മറിയാവുസേപ്പേ ഈ ആത്മാവിനോട് കരുണ തോന്നണേ, ഈശോ മറിയാവുസേപ്പേ. പ്രിയമുള്ളവരെ, നമുക്ക് പറ്റാവുന്ന പുണ്യപ്രവൃത്തിയല്ലേ മരിക്കുന്നവരെ ഒന്ന് സഹായിക്കാൻ. എൻ്റെ അപ്പൻ മരിക്കുന്ന സമയത്ത് 2013 അപ്പം മരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. കാരണം ക്യാൻസർ വന്നിട്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇന്നും അപ്പന് വേണ്ടി ക്യാൻസർ മാറാൻ ഈ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടില്ല.
സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അപ്പൻ്റെ വിശ്വാസത്തിന് മുമ്പിൽ ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പൻ്റെ ആ ക്യാൻസർ എന്ന ആ രോഗം അതിന് സഹിക്കുവാനുള്ള കൃപ വേണം, എന്നിട്ട് നിന്റെ ഇഷ്ടം നിറവേറണം. രോഗം മാറാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഇന്ന് പലപ്പോഴും ധ്യാനങ്ങൾക്ക് കിടന്ന് ഓടുക. കാരണം എന്താണ്? നമുക്ക് കുറെ നേടണം, നമുക്ക് കുറെ കിട്ടണം, അല്ലേ? രോഗസൗഖ്യം, കടബാധ്യത, നല്ല ജോലി, അത് ഇത്, അല്ലേ? നമുക്ക് കുറെ കിട്ടണം. എന്നിട്ട് വല്ലതും കിട്ടുന്നുണ്ടാ? ഒന്നിട്ട് കിട്ടുന്നുമില്ല. അപൂർവം കുറച്ച് പേർക്ക് കിട്ടും. കിട്ടാതെ വരുമ്പോഴോ, ഞാൻ ഇത്ര നാൾ പ്രാർത്ഥിച്ചു, നോമ്പ് നോറ്റു, എന്നിട്ട് ഇപ്പം എന്തായി? ഒന്നുമില്ല. ഇനി ദൈവവും ഇല്ല, ഈശോയും ഇല്ല, കുദാശകളില്ല, ഒന്നുമില്ല, അവസാനിച്ചു. ഇന്ന് വിശ്വാസം നഷ്ടപ്പെടാൻ കാരണങ്ങളിൽ ഒന്ന് ഈ കർത്താവിൽ നിന്ന് കുറെ പ്രതിഫലം ചോദിച്ചതുകൊണ്ടാണ്. അവർ പറയാ, അച്ഛാ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുകയും കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ പറഞ്ഞെടുത്ത്. ഞാൻ എത്രയോ ചോദിച്ചു വെച്ചാൽ കിട്ടുന്നില്ല. അപ്പം ഞാൻ അവരോട് മറുപടി പറയും. അതിൻ്റെ വേറൊരു വശം ബൈബിളിലുണ്ട്. യാക്കോബുസ്ലിഹയുടെ ലേഖനം 4:3. യാക്കോബുസ്ലിഹ 4:3 വചനം എങ്ങനെയാ? ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് നീ ചോദിക്കുന്നുണ്ടോ? ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ, വീട്, ജോലി, അത് ഇത്, തേങ്ങ, മാങ്ങ, ഇത്യാദി സാധനങ്ങൾ ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, കുരിശിലേക്ക് ഞാൻ നോക്കാറുണ്ട്. ഈ കുരിശിലേക്ക് ഇടയ്ക്ക് കുരിശിലേക്ക് നോക്കണം. നിന്റെ ജോലിക്ക് വേണ്ടി, നല്ലൊരു പങ്കാളിക്ക് വേണ്ടി, കടബാധ്യത മാറാൻ വേണ്ടി, നിന്റെ രോഗം മാറാൻ വേണ്ടിയാണോ ഈശോ കുരിശിലേറിയത്? ഈ നക്കാപ്പിച്ച സമ്മാനങ്ങള് അതിനു വേണ്ടിയാണോ തമ്പുരാൻ കുരിശിലേറിയത്? അവൻ കുരിശിൽ കിടന്നുകൊണ്ട് ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, എനിക്ക് ദാഹിക്കുന്നു, എന്റെയും നിങ്ങളുടെയും ആത്മാവിന് അവന് വേണം. എനിക്ക് ദാഹിക്കുന്നു. തീർത്തു കൊടുക്കാൻ പറ്റുമോ സ്നേഹമുള്ളവരെ? അവന്റെ ദാഹം എന്നെയും നിങ്ങളെയും നേടാൻ വേണ്ടിയാ, ഈ ലോകത്തിന്റെ പിശാചിന്റെ കെണിയിൽ നിന്നും വീണ്ടെടുക്കാൻ വേണ്ടിയാ അവൻ കുരിശിലേറിയത്. പരിശുദ്ധാത്മാവിന് നൽകാൻ വേണ്ടിയാ അവൻ കുരിശിലേറിയത്. അല്ലാതെ നമ്മുടെ നക്കാപ്പിച്ച സമ്മാനങ്ങൾക്ക് വേണ്ടിയല്ല അവൻ കുരിശിലേറിയത്. പക്ഷെ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നതും നമ്മളിന്ന് ചോദിക്കുന്നത് എന്താ? ഈ നക്കാപ്പിച്ച സമ്മാനങ്ങൾ. ഞാനിങ്ങനെ പറയാറുണ്ട്, ക്യാൻസർ മാറാൻ വേണ്ടി ധ്യാനകേന്ദ്രത്തിൽ പോയി, ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ, അവിടെ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ക്യാൻസർ മാറി വരുന്ന വഴിക്ക് വണ്ടിടിച്ച് മരിച്ചാലോ? അപ്പൊ ആ സൗഖ്യത്തിന് എന്തെന്നാ നമ്മൾ പളിക്കുക? എന്തെന്നാ പറയുക? ഉയർപ്പിച്ച ലാസർ എന്നില്ലല്ലോ. ഇന്ന് പലപ്പോഴും ഈ നക്കാപ്പിച്ച സമ്മാനങ്ങൾ, ഈ ലോകത്തിലെ എനിക്ക് സുഖവും സന്തോഷവും പകരുന്ന അതിനു വേണ്ടിയുള്ള കുറെ ചോദ്യങ്ങൾ തമ്പുരാനോട് കൊടുത്താൽ തമ്പുരാൻ നടത്തി തരുമോ? അല്ല സ്നേഹമുള്ളവരെ, ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് നീ ചോദിക്കുന്നുണ്ടാ, അതിന് ഉത്തരം തരില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, ഓരോ ബലിക്ക് വരുമ്പോഴും നിത്യതയിലേക്ക്, ഓരോ വാർഷിക ധ്യാനം കൂടുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നിത്യതയിലേക്ക് എന്നെ അടുപ്പിക്കുന്ന പുണ്യങ്ങൾ കൊണ്ട് ഈശോയെ എന്നെ നിറയ്ക്കണം. നിത്യതയിലേക്ക് എന്നെ അടുപ്പിക്കുന്ന പുണ്യങ്ങൾ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആ വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാണ്. ഇപ്പം ആരോഗ്യമില്ലെങ്കിലും ആരോഗ്യമുള്ള സമയത്ത് വണ്ടിയിൽ ഓടിയിരുന്നതിനേക്കാൾ കൂടുതൽ ദൂരവും കൂടുതൽ സമയവും ആരോഗ്യമില്ലാത്ത സമയത്ത് ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. വൈദ്യശാസ്ത്രം ഇങ്ങനെ പറഞ്ഞു വയ്ക്കും, അച്ഛാ അത് അച്ഛനെ ധ്യാനത്തിന് കയറിയാൽ പിന്നെ അച്ഛന് വേദനയില്ല, ഒരു കുഴപ്പമില്ല, തമ്പുരാൻ നോക്കിക്കോളൂ, ഈശോ നോക്കിക്കോളും. പ്രിയമുള്ളവരെ, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന എത്രമാത്രം നിത്യതയിലേക്ക് അനുടപ്പിക്കുന്ന പുണ്യങ്ങൾ കൊണ്ട് ഈശോയെ എന്നെ നീ നിറയ്ക്കണം. നമ്മളൊക്കെ തീർത്ഥാടകരാ, സഭ തീർത്ഥാടകയാ. തീർത്ഥാടനം അത് നിത്യതയിൽ അവസാനിക്കുക, സ്വർഗത്തിലേക്കുള്ള യാത്രയാ എൻ്റെ നിങ്ങളുടെയും. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതം. അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ടോ സ്നേഹമുള്ളവരെ? വിശുദ്ധ അന്തോണീസിന്റെ ഒക്കെ പ്രഘോഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ കാണുന്നത്, വിശുദ്ധ അന്തോണീസ് പ്രഘോഷിച്ചിരുന്നത് മരണം, വിധി, സ്വർഗം, നരകം, അതിൻ്റെയൊക്കെ അവസ്ഥകൾ. അതൊക്കെ ഒന്ന് പ്രഘോഷിക്കുമ്പോൾ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം ഈ നിത്യത ധ്യാനിക്കുമ്പോൾ ഈ ലോകത്തിലെ നശ്വരത, അതിൽ നിന്നും മനുഷ്യൻ വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വശത്ത്. എന്നാൽ മറുവശത്ത് ഈ ലോകത്തിനെ എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുക. ഒന്നോർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ഈ വലിയ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ മരണം ധ്യാനിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെയും
എനിക്ക് ധ്യാനിക്കാൻ പറ്റട്ടെ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ ഈ അടുത്ത കൊറോണയ്ക്ക് മുമ്പ് എനിക്കൊരു ചിത്രം കിട്ടി. യൂറോപ്പിലാണ് സിസിലിയ എന്ന് പറയുന്ന കന്യാസ്ത്രീ. സിസിലിയ എന്ന് പറയുന്ന കന്യാസ്ത്രീ. ആ കന്യാസ്ത്രീ മരിച്ചു, പക്ഷെ ചിരിച്ചോണ്ടാണ് കിടക്കണത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ആയിരുന്ന ഇടവകയിൽ 65ഓളം ഫാമിലി ഡോക്ടേഴ്സാണ് അന്നായിരുന്ന ഇടവക. അപ്പം ഞാൻ ഒരു ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഈ മരിച്ച വ്യക്തിക്ക് ചിരിച്ച മുഖം കിട്ടുമോ? ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും കിട്ടില്ല, എന്തോ മെഡിക്കൽ ടൈമൊക്കെ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ മരിച്ച കുറച്ച് ശേഷം ഈ കവിൾത്തോട് ഊർന്നിറങ്ങും, പിന്നെ ചിരിച്ച ഷേപ്പൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈ ഫോട്ടോ ഇത് തമ്പരാൻ്റെ ഇടപെടലല്ലാണ്ട് ഡിവൈൻ ഗ്രേസ് അല്ലാണ്ട് ഒന്നും എനിക്ക് പറയാനില്ല. പ്രിയമുള്ളവരെ, ചില അമ്മച്ചിമാർ മരിച്ചടക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് കിടക്കുക. എന്തുകൊണ്ടാണ്? ധ്യാനിച്ചിട്ടുണ്ട് നിങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിലെ പ്രവൃത്തിക്കനുസരിച്ച എൻ്റെ ഈ കാഴ്ച അസ്തമിക്കുന്ന സമയം മുതൽ പിന്നെ ഉൾക്കാഴ്ച വർക്ക് ചെയ്യാൻ തുടങ്ങും. നന്മയുടെ പ്രവൃത്തിയാണെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ സ്വർഗവും സ്വർഗവാസികളും മാലാഖമാരും ഒക്കെ. അതുകൊണ്ടാണ് ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫൻ എസ്തപ്പാനോസ് കല്ലേറ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ സ്വർഗം തുറക്കുന്ന അനുഭവമാ കാണണത്. സ്വർഗത്തിന്റെ ദർശനം അവൻ കാണണത്. ശരീരത്തിൽ കല്ലേറ് കിട്ടി മരണം വരെ അവൻ കല്ലെറിയപ്പെടുമ്പോഴും സ്വർഗീയ ദർശനം, മാലാഖമാർ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോ ഈ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന അമ്മച്ചി ജീവിതത്തിൽ പരിശോധിച്ചാൽ അറിയാം പുണ്യപ്രവർത്തികൾ. മനുഷ്യനാണ്, കുറവുകൾ വന്നുകൊണ്ട്, പക്ഷെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നന്നായിട്ട് ഒരുങ്ങിയിട്ടാണ് പോയത്. അതുകൊണ്ട് അമ്മച്ചി കാണുന്നത് ആ സ്വർഗത്തിന്റെ, ഞങ്ങളുടെ ലിറ്റർജിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിന് അവകാശിയാകുന്നത് വരെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിന് അവകാശിയാകുന്നത് വരെ. ഈ അമ്മച്ചി ജീവിതത്തിന്റെ നന്മ പ്രവൃത്തികൾ നിന്നപ്പോ മരണശേഷം അമ്മ കാണുന്നത് എന്താണ്? സ്വർഗത്തിന്റെ സന്തോഷം. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളൊരു യാത്ര കൊണ്ടുപോവുകയാണ്. അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകുന്ന സ്ഥലം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ഒരു കാഴ്ച അത്രയും സൂപ്പറാണ്, അത് എനിക്ക് വാക്കുകളില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, ഞാൻ നിങ്ങളെയും കൂടി കൊണ്ടുപോവുക. അങ്ങനെ ആ സ്ഥലമെത്തി. ഒരു പ്രഭാതത്തിൽ നിങ്ങൾ അവിടെ എത്തി. ഞാൻ പറഞ്ഞു, ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വാഹനത്തിന്റെ ഇടത് സൈഡിലേക്ക് നോക്ക്, ആ മനോഹരമായ ദൃശ്യം നിങ്ങൾക്ക് അനുഭവമാകും. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക, ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ എങ്ങനെയാ അതിനെ നോക്കിക്കാണുക? ജീവിതത്തിൽ കാണാത്തൊരു കാഴ്ച കാണുമ്പോൾ ഉറക്കം കളഞ്ഞ് യാത്രയും കളഞ്ഞ് അങ്ങനെയാണോ? അല്ല, മുഖത്തൊരു ആശ്ചര്യമൊന്നോ എന്തൊക്കെയൊന്നുണ്ടാവും അല്ലേ? ഒരു നിമിഷ നേരത്തേക്ക് ജീവിതത്തെ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ആ പരിസരം പോലും മറന്നു പോകും. യെസ് ഓർ നോ? ആ മുഖത്തിനൊരു ഭാവമാറ്റം വരും. യെസ് ഓർ നോ? ആ സമയത്ത് ഞാൻ ഈ മൊബൈൽ എടുത്തിട്ട്, നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോട്ടോ ഞാൻ എടുത്തു. ഇപ്പോൾ ആ മുഖം ആരുടെ മൊബൈലുണ്ട്? എൻ്റെ മൊബൈലുണ്ട്. യെസ് ഓർ നോ? യെസ് ഓർ നോ? അല്പസമയം കഴിയുമ്പോഴേക്കും പിന്നെ ആ കാഴ്ച നോർമലായി മാറും, നമ്മൾ ആ മുഖം പോവും. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ എത്ര നിങ്ങൾ ഗോഷ്ടി കാണിച്ചാലും ആ മുഖം ഒരിക്കലും ലൈഫിൽ കിട്ടില്ല. കാരണം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആ സൈറ്റ്, അവിടെയാണ് ആ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ. ആശ്ചര്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം, ഇതിനപ്പുറത്തേക്കാണ്. പ്രിയമുള്ളവരെ, ഇവിടെ എങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ സുഹൃത്ത് ജീവിതത്തിന് ശേഷം ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് അതിസുന്ദരമായിട്ടുള്ള കണ്ണ് കണ്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗത്തെ കാണുന്നവർക്ക് എന്തുണ്ടാവും? ആ മുഖത്ത് ഇതേ ആശ്ചര്യവും ഇതേ സന്തോഷവും ഇതേ പീസ് അല്ലെ, സമാധാനമൊക്കെ ഉണ്ടാവും. അവരതോടുകൂടി കണ്ടിട്ടാ കണ്ണടയ്ക്കണത്. അപ്പോൾ ഇത് മുഖത്ത് ഈ മൊബൈൽ അവശേഷിച്ച പോലെ അച്ചിട്ട പോലെ അവിടെ കിടക്കും. മനസ്സിലായ? ഈ കാലഘട്ടത്തിൽ അവരൻ്റെ പരിശുദ്ധർമ്മം നൽകുന്നത്. ഇനി ചിലരുടെ മുഖത്ത് ഭയമാണ്. ജീവിതത്തിന്റെ പ്രവർത്തിക്കനുസരിച്ച് ഒരു പക്ഷേ ശുദ്ധീകരണ സ്ഥലമോ നരകമോ നരകത്തിന്റെ പിടകളോ ഒക്കെ കാണുമ്പോൾ അവന് പേടിയാ. ചിലർക്ക് മരണം ഭയവാ. ചില മനുഷ്യർ മരിക്കാൻ കിടക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് അമ്മച്ചിമാർക്കാണെങ്കിൽ അവർക്ക് ബോധമില്ല, അബോധാവസ്ഥയിൽ അവർ പറയും ഈശോ മറിയ ഔസേപ്പേ. നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. അത്രയും ജീവിതം സുഹൃതമായിരുന്നു, അവരുടെ മുഖമൊക്കെ ശാന്തതയാണ്. എന്നിട്ട് നമ്മൾ നീ രാത്രി ചിന്തിക്കണം, ഞാൻ മരിച്ചാൽ ചിരിച്ചോണ്ടാണോ കിടക്കുക, അത് ഏത് മുഖഭാവമാണെന്ന് ചിന്തിച്ചോളാം. മനസ്സിലായില്ലേ? നമ്മുടെ ധ്യാനം അതായിരിക്കട്ടെ. വിശുദ്ധാത്മാക്കളോട് ഇടയ്ക്കൊക്കെ ഞാൻ സിമിത്തേരിയിൽ പോകും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ
ദൈവം പ്രസാദിച്ച കല്ലറയുണ്ടോ? ഈ ഭൂമിയിൽ ദൈവം പ്രസാദിച്ച കല്ലറയുണ്ടോ? ഉണ്ടോ? ഉണ്ടാ? പറയ്. ഉണ്ടെന്നുള്ളവരൊന്ന് കൈവയ്ക്ക്. ചിന്തിച്ചിട്ട് പറയണേ, ഈ ഭൂമിയിൽ ദൈവം പ്രസാദിച്ച കല്ലറ ഉണ്ട് എന്നുള്ളൊരു കൈവക്ക്. കൈതാത്ത്. ഈ ഭൂമിയിൽ ദൈവം പ്രസാദിച്ച കല്ലറ ഇല്ല എന്നുള്ളവരുണ്ടെങ്കിൽ കൈവക്കുക. ഇത് മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഇപ്പോൾ കൂടുതൽ. അതുമല്ല ഇതുമല്ല. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ദൈവം പ്രസാദിച്ച കല്ലറയുണ്ട്. വിശുദ്ധരുടെ കല്ലറ. മദർ തെരേസ, റാണി മരിയ, ഞങ്ങളെ സംബന്ധിച്ച് അൽഫോൻസാമ്മ, എഴുപ്രാസ്യമ്മ. ഞാൻ മറിയം തെരേസയുടെ ഒക്കെ ടെലിഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി പോകുമ്പോൾ അവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴും എവിടെ നിന്നൊക്കെ വന്നവര് ആ അമ്മയുടെ കബറെടുത്തെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, കൈവച്ച് പ്രാർത്ഥിക്കുന്നു, തലവെച്ച് പ്രാർത്ഥിക്കുന്നു, കിട്ടിയ ദാനമായ കുഞ്ഞിനെ വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധരുടെ കല്ലറയിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കബറെടുത്തെങ്കിൽ പോകുമ്പോ കണ്ട കാര്യമാ. ആ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ മരിക്കുമ്പോ എന്റെ കല്ലറയിൽ ദൈവം പ്രസാദിക്കൂ? ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഞാൻ മരിക്കുമ്പോ എന്റെ കല്ലറയിൽ ദൈവം പ്രസാദിക്കൂ? അനേകർ എന്റെ മാധ്യസ്ഥം തേടാൻ വരൂ? വീണ്ടും ഈ വിശുദ്ധരുടെയൊക്കെ മുറികൾ സന്ദർശിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്നും കയറി വന്നാൽ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച ഒരു ദൈവിക അനുഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? വിശുദ്ധരുടെ തിരുശേഷിപ്പ്, വിശുദ്ധരുടെ സാന്നിധ്യം. ഇപ്പം ഞാൻ ചെട്ടിക്കാട് പോയിട്ടാണ് വന്നത്. പക്ഷെ അവിടെ കയറുമ്പോഴേക്കും നമ്മുടെ മൈൻഡൊക്കെ ആകെ മാറി. പള്ളിയിൽ വളരെ ശാന്തമായിട്ടിരുന്നു. അവിടെ ഞാൻ പ്രാർത്ഥിച്ചത്, വിശുദ്ധ അന്തോണീസേ, വചനപ്രഘോഷണമാണ് എനിക്ക് നൽകിയ കൃപ. ഈ കാലഘട്ടത്തിനനുസൃതമായിട്ട് ശക്തമായിട്ട് വചനപ്രഘോഷിക്കാൻ കൃപ നൽകണം. ആ തിരുശേഷിപ്പ് ഒന്ന് ചുംബിച്ചു. എൻ്റെ മൈൻഡ് ഈ ലോകത്തിൽ നിന്ന് മാറുക. വിശുദ്ധരുടെ മുറികള്, അവരുടെ വസ്തുക്കള് ഒക്കെ കാണുമ്പോൾ അവിടെ അത്ഭുതം നടക്കുന്നു, അവിടെ അടയാളം സംഭവിക്കുന്നു. യെസ് ഓർ നോ? ചെട്ടിക്കാട് പോകുമ്പോൾ എത്ര പേരുടെ സാക്ഷ്യങ്ങൾ കാണാം? 2 ഹോൾ നിറയെ സാക്ഷ്യങ്ങളാ. കുഞ്ഞ് ഇല്ലാത്തവർക്ക് കുഞ്ഞ് കിട്ടിയത്, വീടില്ലാത്തവർക്ക് വീട്. യെസ് ഓർ നോ? ആ തിരുശേഷിപ്പിന് മുമ്പിൽ അടയാളങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ, അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. അവരുടെ മുറിയിൽ കയറുമ്പോൾ ഒരു ദൈവിക, എന്തുകൊണ്ടാണ് സ്നേഹമുള്ളവരെ? ഞാൻ ഇതുപോലെ വിശുദ്ധരുടെ കബറിടവും അവരുടെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ എൻ്റെ മനസ്സ് തമ്പുരാനിലേക്ക് ഉയരുക. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ കർത്താവ് എന്തെങ്ങനെ? പ്രിയമുള്ളവരെ, അവരൊക്കെ മരിച്ചത് വരപ്രസാദപരാവസ്ഥയിലാണ്. അവർ മരിക്കുന്ന സമയത്ത് സ്വർഗം അവിടെ സന്നിഹിതമായിരുന്നു. ഇന്നും അവിടെ ആരൊക്കെ പ്രവേശിക്കുന്നോ അവിടെ സ്വർഗം സന്നിഹിതമാണ്. അതുകൊണ്ടാണ് അടയാളങ്ങൾ സംഭവിക്കുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഉടനെ പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് ഒരു ചോദ്യം, നീ മരിച്ചാൽ നീ കിടന്ന ഇടങ്ങളിലൊക്കെ ഇതുപോലെ അടയാളങ്ങൾ സംഭവിക്കുമോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. ചിന്തിക്കണം, ഞാൻ മരിച്ചാൽ എന്റെ മുറിയിൽ പ്രവേശിക്കുന്നവർക്ക് ഇതുപോലെ അടയാളങ്ങൾ സംഭവിക്കൂ, സൗഖ്യാനുഭവങ്ങൾ ഉണ്ടാകൂ. അതിനെന്ത് വേണം? വരപ്രസാദപര അവസ്ഥയിൽ ഞാൻ മരിക്കണം, കൃപയിൽ ഞാൻ മരിക്കണം, നന്മയിൽ ഞാൻ മരിക്കണം. അവർ പറഞ്ഞു ഹല്ലേലൂയ. അവനും അവൾക്കും വിശുദ്ധയാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും വിശുദ്ധനായിക്കൂടാ? എന്തുകൊണ്ട് എനിക്കും വിശുദ്ധയായിക്കൂടാ? അവർ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഇന്നും പറയും, നമുക്ക് ഈ ചുരുങ്ങിയ കാലഘട്ടം മനോഹരമാക്കാൻ ഞാൻ ഒരു എളുപ്പവഴി കണ്ടുപിടിച്ചു. ഓരോ ദിവസവും ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രസന്റ് എനിക്ക് ഉറപ്പാ. ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നു, ഇതിനെ മനോഹരമാക്കണം, ഇതിനെ മാക്സിമം നന്നാക്കണം, കൃപയിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. അടുത്തൊരു പ്രസന്റ് ഞാൻ വേറെ യാത്രയിലായിരിക്കും, അടുത്തൊരു പ്രസന്റ് ഞാൻ ജോലിയായിരിക്കും. എന്താണോ ചെയ്യുന്നത് അതിനെ സൂപ്പറാക്കുക, അതിനെ മനോഹരമാക്കുക, തമ്മനെ ഇഷ്ടത്തിനാക്കുക. അങ്ങനെ 60 സെക്കൻഡും കൂട്ടിച്ചേർത്താൽ 1 മിനിറ്റായി. 60 മിനിറ്റ് കൂട്ടിച്ചേർത്താൽ എത്രയായി? 1 മണിക്കൂറായി. 24 മണിക്കൂർ കൂട്ടിച്ചേർത്താൽ 1 ദിവസമായി. എന്നിട്ട് സായാഹ്നത്തിൽ ആത്മപരിശോധന ചെയ്യും, ദൈവമേ എവിടെയാ വീണ് പോയത്? സോറി കേട്ടോ. എവിടെയാ എനിക്ക് എഴുന്നേൽക്ക് നിൽക്കാൻ പറ്റിയത്? നിന്റെ കൃപയിലാണ് കേട്ടോ. എല്ലാ മഹത്വം ദൈവത്തിന് കൊടുക്കുക, വീഴ്ചകൾക്ക് മാപ്പ് ചോദിക്കുക. എന്നിട്ട് ഒന്ന് കുരിശ് വരച്ചൊന്ന് കിടന്നുറങ്ങി. അവർ പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രാർത്ഥന പ്രഭാതത്തിന്റെ താക്കോലും സായാഹ്നത്തിന്റെ ഓടാമ്പലിയുമാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത്. പ്രാർത്ഥന പ്രഭാതത്തിന്റെ താക്കോലാണ്, സായാഹ്നത്തിന്റെ ഓടാമ്പലിയാണ്. ആത്മപരിശോധന കിടന്നുറങ്ങണം. ഓരോ ദിവസം പറയാ, നാളെ എഴുന്നേൽക്കുന്ന ഉറപ്പുണ്ടായിട്ടാണ് നമ്മൾ കിടന്നുറങ്ങണേ. എന്തുറപ്പുണ്ട്? ഇല്ല സ്നേഹമുള്ളവരെ, നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട്
ഓരോ സായനവും അല്ലെങ്കിൽ ഓരോ പ്രഭാതവും അതെന്നെയും നിങ്ങളെയും സംബന്ധിച്ച് അതെന്താണ്, അവസാനത്തേതാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകട്ടെ. നമുക്ക് ഇരുന്നു കൊണ്ട് ഒന്ന് നിവർന്നിരുന്ന് സ്റ്റഡി ആയിട്ടിരുന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചേ. ഒരു 5 മിനിറ്റ് ഊണിയും ടോക്ക് മുന്നോട്ട് പോകും. അതിനുശേഷം ആരാധനയാണ്. വെറുതെ ഒന്ന് ധ്യാനിക്കാം. ഈ കേട്ടതിൻ്റെ പിൻബലത്തിൽ നമുക്ക് അല്പം ഒന്ന് ധ്യാനിക്കാം, കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട്. ഈ സമയം നമ്മൾ വചനം കേൾക്കുമ്പോഴും നമ്മുടെ ചുറ്റും ഒരുപാട് പേര് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് വിലപിക്കുന്നവരുണ്ട്, മരണത്തിൻ്റെ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഈ രാത്രി മരിക്കാൻ ദൈവം തെരഞ്ഞെടുത്തവരുണ്ട്. മരണപ്രിയമുള്ളവരെ, ഈ നിശയിൽ പോലും എവിടെയൊക്കെയോ മൃത്യു നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ധ്യാനിക്കാം, ഇതിൻ്റെ അവസാനത്തെ ദിവസമാണെങ്കിലോ. കൈകൾ കൂപ്പി വലിയ ശാന്തതയിൽ നമുക്കായിരിക്കാം. എവിടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ടു പരനേ, എവിടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ടു പരനേ, അവയിൽ നിന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം, എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. നീ സന്ധ്യ വരെ ജീവിച്ചിരിക്കുകയില്ലെന്ന് രാവിലെ നീ മനസ്സിൽ കരുതിക്കൊള്ളുക. സന്ധ്യയാകുമ്പോൾ വെളുക്കുവോളം ജീവിച്ചിരിക്കുമെന്നും മനസ്സിൽ നീ കരുതേണ്ട. ആകയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക, മരണമൊരുക്കമില്ലാത്തവനായി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഹേ മനുഷ്യ, നിനക്കൊരു ദിവസം പോലും നിശ്ചയമില്ലാത്തപ്പോൾ ദീർഘനാൾ ജീവിച്ചിരിക്കുമെന്ന് നീ വിചാരിക്കുന്നത് എന്തിനേ? ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിവതുമില്ല. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനും ആകും. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മുൻപിൽ 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയും ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും ആകുമെന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ, എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. അത് പ്രിയമുള്ളവരെ, ചുറ്റുപാടും മരണം സംഭവിക്കുന്ന ഈ നിമിഷത്തിൽ ദൈവം എന്നെ തെരഞ്ഞു പിടിച്ച് ഈ ആലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ ബോധ്യങ്ങൾ, നിത്യതയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, ഈ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ പകർന്നു നൽകുന്നതിനെ ഓർത്ത് നന്ദി. പരിശുദ്ധ അമ്മേ, ഈ മണിക്കൂറിൽ അമ്മ മാധ്യസ്യം വഹിക്കണേ. നിത്യമായ അവസതിയായ സ്വർഗത്തിലേക്ക് സമ്പാദ്യം സ്വരുക്കൂട്ടുവാൻ ഇനിയുള്ള ദിനങ്ങൾ എത്രയോ അനുവദിക്കുന്നത് അത്രയും ആ ദിനങ്ങളിലേക്ക് സമ്പാദ്യം സ്വർഗത്തിൽ കരുതി വയ്ക്കുവാൻ അമ്മ എനിക്ക് കൃപ നൽകണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കണ്ണുറക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളെപ്പോലെ തന്നെയാട്ടോ ഞാനും. എല്ലാ ദിവസവും കൃപയൊന്നുമില്ല, ചിലപ്പോൾ ബോറിംഗ് ഡേയാണ്, ചിലപ്പോഴും ആകെ മൂഡ് ഓഫാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ജീവിതത്തിലെ നന്മ ചെയ്യണം, പാപമില്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെന്ന് കൈവയ്ക്കുക. അവർക്ക് വേണ്ടിയാണ് ഈ ടിപ്സ് ഞങ്ങൾ തരുന്നത്. എല്ലാവരും ഉണ്ടല്ലോ, കഥാതിക്കോ. പക്ഷെ നമ്മളെപ്പോഴും പാപത്തിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടെത്തിയൊരു മാർഗം, എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമുണ്ട് എപ്പോഴും മരണവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ. അതെൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണ്.
പ്രത്യേകിച്ച് സിറുമലബാർ സഭയിലെ ആബേലച്ചനും സംസ്കാര ഗാനമുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ധ്യാനിക്കും. ഞാൻ സെമിനാരി കാലഘട്ടത്തിൽ വ്യാഴാഴ്ച ദിവസം ഞങ്ങൾക്ക് മുടക്ക അവധിയാണ്. ശനിയും വ്യാഴവും ഞായറുമാണ് അവധി. മറ്റു ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ കാലത്ത് പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞാൽ 20 മിനിറ്റ് ധ്യാനമാണ് 6:30 വരെ. 6 മണിക്ക് പ്രഭാത പ്രാർത്ഥന, 6:10 മെഡിറ്റേഷൻ എന്ന് പറയും, ധ്യാനമാണ്. മറ്റു ദിവസങ്ങളിലാണെങ്കിൽ ഈ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഒഴികെ മറ്റു ദിവസങ്ങളിൽ കസാരയിൽ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ധ്യാനിക്കണം. ചിലപ്പോഴൊക്കെ ഒരുപാട് ദിവസം ഉറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ വ്യാഴാഴ്ച അങ്ങനെയല്ല. കറക്ടർ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമുള്ളതുപോലെ മെഡിറ്റേഷൻ നടത്താം. അങ്ങനെ ചിലരൊക്കെ ഗാർഡനിലേക്ക് പോവും, ചിലരൊക്കെ ബെഡ്റൂമിലേക്ക് പോവും ഒന്നുകൂടി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഞാനും ഇതേ സമയം, കാരണം വീട്ടിലായിരിക്കുമ്പോൾ ഈ മൃതസംസ്കാര ഗാനങ്ങൾ വെക്കാൻ അമ്മ അനുവദിച്ചിട്ടില്ല. വെക്കാൻ പൊതുവെ താല്പര്യമില്ലല്ലോ, ഇഷ്ടമില്ല. ഞാൻ ആരെങ്കിലും വെക്കാൻ ഓഫ് ചെയ്യിപ്പിക്കും. കാരണം ചവടപ്പിൻ്റെ പാട്ടാണ് ഈ നേരത്തെ വെക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഈ കാസറ്റും കൊണ്ട് നടന്നിട്ട് കുറേ നാളുകളായി. അങ്ങനെ വ്യാഴാഴ്ച ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പേ ഈ മൃതസംസ്കാര ഗാനം അതിങ്ങനെ ഈ പണ്ടത്തെ സെമിനാരിൽ പഠിക്കുമ്പോൾ അംബാസിഡർ കാറിലൊരു ബോക്സ് വെക്കും. ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അംബാസിഡർ കാറിൽ ഒരു ടേപ്പ് കാർഡ് വെക്കും, അതിൻ്റെ ബോക്സിൽ തള്ളണത് പഴയവർക്കറിയാം. അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടാണ് ഞാൻ കോട്ടയം സെമിനാരിൽ പോയത്. അവിടെ മൗന സമ്മതമുണ്ട്. കാരണം വലിയ സെമിനാരി ആയതുകൊണ്ട് തന്നെ ഈ പാട്ടൊക്കെ പഠിക്കണം, കൊയറിലൊക്കെ അംഗമായതുകൊണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ കരുതി, പക്ഷേ പുറത്തേക്ക് അറിയില്ല. പക്ഷേ എല്ലാവർക്കും ഇതൊക്കെയുണ്ട്. കാരണം ഈ പാട്ടൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു ടേപ്പ് കാർഡ് കൊണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആവർത്തിച്ചായിട്ട് പഠിക്കും. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഞാൻ എന്ത് ചെയ്യും, ഞാൻ വേഗം വരും. എൻ്റെ കുബിക്കിള്, എൻ്റെ താമസിക്കുന്ന മുറി എന്ന് വെച്ചാൽ വലിയ മുറിയൊന്നുമല്ല, 2 അടി വീതിയുള്ള കട്ടില്, 6 അടി നീളമുള്ള കട്ടില്. അതിട്ട് കഴിഞ്ഞാൽ 2 ആൾക്ക് നിൽക്കാം, അത്ര സ്പേസ് ഉള്ളൂ. വാഷ്റൂമൊക്കെ പുറത്താണ്. അപ്പം ആ റൂമിൻ്റെ വലിപ്പം മനസ്സിലായല്ലോ. ആ കട്ടിലിൽ കിടന്നാൽ ശവപ്പട്ടിയിൽ കിടക്കണ പോലെ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ സെറ്റാക്കി വെക്കും. 20 മിനിറ്റേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷം. ഈ പാട്ട് കേൾക്കണം. ഞാൻ ഓടി വന്ന് ആ മെഡിറ്റേഷൻ സമയം ഓൺ ചെയ്യും. എന്നിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് അതിൽ പാട്ടുണ്ടാവും. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി, അങ്ങനെ പാട്ട്. സ്ഥിരമല്ലോ ഭുവനവും അതിലേ ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാദാ നീ താൻ അവലംബം. പാട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 20 മിനിറ്റ് ആകുമ്പോൾ ബെല്ലടിയുടെ ശബ്ദം കേൾക്കും, ഓഫ് ചെയ്യും. പ്രിയമുള്ളവരെ, വ്യാഴാഴ്ച ദിവസം അവധിയാണ്. ഉച്ചവരെ നമുക്ക് സൈലൻ്റ് ആയിട്ടുള്ള വർക്ക് പഠിക്കാം, ഹോം വർക്കുകളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ കരാട്ടെ ക്ലാസ് 3 മണിക്കൂറാണ്. പിന്നെ ജോലിയുണ്ട്. സെമിനാരിയൊക്കെ വൃത്തിയാക്കുന്നതൊക്കെ ഞങ്ങൾ തന്നെ, വേറെ പുറത്തുനിന്ന് ആരുമില്ല. അപ്പോൾ എല്ലാ പണിയും ചെയ്യണം. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണിച്ച് അവശരായിട്ടുണ്ടാവും. ബെഡിൽ വന്ന് കിടക്കും, മനസ്സിനൊരു സന്തോഷം തോന്നും. കാരണം ഇന്നെല്ലാം ചെയ്തിട്ടുണ്ട്, ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, എൻ്റെ ജോലികൾ ഉത്തരവാദിത്തങ്ങളൊക്കെ കുറേ സമയമുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. ശരീരം ക്ഷണിക്കണം, മനസ്സിനൊരു സംതൃപ്തി. എന്നാൽ മറ്റു ദിവസങ്ങളിൽ സംതൃപ്തി ഇല്ല. കാരണം ഇരുന്നുകൊണ്ടാ ധ്യാനിക്കണത്, മരണമെന്ന ചിന്ത പോലും ഇല്ല. അപ്പോൾ ചെറിയ പണി തരുമ്പോഴേക്കും അല്ലെങ്കിലും അങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഞാൻ മാത്രം പെർഫെക്റ്റ് അല്ലേ, തൃശ്ശൂകാരനായി ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ പെർഫെക്റ്റ്, മറ്റുള്ളവരൊക്കെ ഉഴപ്പുക. ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സ്വസ്ഥത. അന്ന് കിടന്നുറങ്ങുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല, എന്തോ പാഴായിപ്പോയൊരു ദിവസം പോലെയൊക്കെയാണ്. പ്രിയമുള്ളവരെ, അതിൽ നിന്ന് കണ്ടെത്തിയൊരു കാര്യമുണ്ട്, വ്യാഴാഴ്ച എല്ലാം പെർഫെക്റ്റ് ആണ്. എന്താ കാരണം? ഞാൻ ഈ 20 മിനിറ്റ് സമയം കൊണ്ട് ഈ പാട്ട് വെച്ചിട്ട് ഞാൻ ഉടുപ്പിട്ട ശമ്മാശനാ ഞാൻ ധ്യാനിക്കും. അന്ന് തൂങ്ങിഴിപ്പിതാവ്, ഞാൻ മരിച്ചുല്ലോ. അപ്പം എന്നെക്കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ, ഈ ശവടപ്പിൽ നല്ല കാര്യങ്ങളെ പറയുള്ളൂ. എത്ര കൊള്ളരുതാത്തവന് മരിച്ചാലും ചരമപ്രസംഗം സൂപ്പറാ, അത് വീട്ടുകാരും പ്രതീക്ഷിക്കുന്ന അങ്ങനെ സൂപ്പറാക്കണമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് കേൾക്കുന്ന പറയുന്ന നല്ല പിതാവിനെ കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങളാണ് ധ്യാനിക്കുന്നത്. ആ ബ്രദറാശമാശൻ എത്ര കഴിവുള്ളവൻ, നല്ല പ്രസംഗിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്നെക്കുറിച്ച് പുകഴ്ത്തി കുറേ പറയും. പക്ഷെ എങ്കിലും ശവടപ്പാണല്ലോ. പ്രിയമുള്ളവരെ, അന്നത്തെ ദിവസം എന്ത് വർക്ക് തന്നാലും ഒരു പരാതിയില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ അത് അന്ന് പഠിച്ചൊരു കാര്യം, പ്രഭാഷകനായാലും ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യം, ഓരോ പ്രഭാതത്തിലും എൻ്റെ ശവടപ്പ് ധ്യാനിച്ചിട്ട് സ്നേഹമുള്ള സഹോദരങ്ങളൊന്നും എഴുന്നേറ്റേ. നിങ്ങളുടെ ലിറ്ററിയിലെ ശവടപ്പിൻ്റെ പാട്ടൊക്കെ ഒന്നും എഴുന്നേൽക്ക്, അത് ധ്യാനിച്ചോണ്ട് നിങ്ങൾ മരിക്കില്ലെന്നേ. പക്ഷെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, അത് ചാലഞ്ച് ചെയ്യൂ. പ്രിയമുള്ളവരെ, ഞാൻ ഒരു പ്രാവശ്യം, എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ഇപ്പോൾ വാഹനമൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും ഓരോ ഇടവകയിലും ദൈവം ക്രമീകരിക്കും, ഓരോ യൂത്ത് എന്നോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഇടവകയിലെത്തിയപ്പോൾ യൂത്തിൻ്റെ വണ്ടിയിൽ അപ്പം പറഞ്ഞു, അച്ഛാ എന്ത് കാര്യത്തിന് വിളിച്ചോ, ഞാൻ റെഡിയാ. അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ കാറിൽ കയറിയപ്പോൾ ഇങ്ങനൊരു പാട്ട് കേട്ടു.
അപ്പം ഞാൻ സിനിമയൊന്നും കാണില്ല, സിനിമയായിട്ട് എനിക്ക് ബന്ധവുമില്ല. 2015 വലിയ വീഴ്ചയും അടിയും അസുഖിയായി അവസാനം പ്രൈസ് റൂമിൽ പോയി അന്നൊരു തീരുമാനം എടുത്തു, കർത്താവേ ഇനി ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ കുറേയൊക്കെ എടുത്തു. ചിലതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഒരു മനുഷ്യബുദ്ധിക്ക്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ആകെ കൂടി വീട്ടിൽ പോയത് 4 പ്രാവശ്യം 10 മിനിറ്റ് വീട്ടിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. അമ്മയ്ക്ക് വിഷമമുണ്ടാകും, പക്ഷേ അമ്മയ്ക്ക് ഏറ്റവും സോഫ്റ്റ് കോർണർ മക്കളോടാണല്ലോ, അത് പാടില്ല. അതുകൊണ്ട് ചിലതൊക്കെ കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇപ്പം അമ്മയ്ക്ക് അത് ശീലമായി. ഇപ്പോൾ ധ്യാനിപ്പിക്കാൻ പോവല്ലേ, ഇന്നും വിളിച്ചു തൊട്ട് മുമ്പ്. ഞാൻ പറഞ്ഞു ധ്യാനിപ്പിക്കാൻ പോവാം, ഓക്കെ ഞാൻ വെറുതെ വിളിച്ചാട്ടോ, അവിടെ വെച്ചു. അധികം സമയമൊന്നും സംസാരമില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇവൻ്റെ കാറിൽ കേട്ടിയപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് കേട്ടു. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി. കാറ് നിർത്തിയേ. എന്താ ഈ പാട്ട് എൻ്റെ ധാരണ സിനിമയൊന്നും എനിക്കറിയില്ലല്ലോ, ഓർത്തഡോക്സ് സഭയിലെ മൃതസംസ്കാരത്തിൻ്റെ ഗാനാണെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം സീറോ മലബാർ സഭയിലില്ല. ഇനിയിപ്പോൾ അവർ കാരണം ഈ ഒരു ശൈലി അങ്ങനെയുണ്ട്, ഒരു ടച്ച് അവരുടെ പാട്ടുമായിട്ടുണ്ട്. ഞാൻ ആ പാട്ട് അവൻ്റെ ആ കാറിൽ നിന്നും ഞാൻ ആ മൊബൈലിൽ പകർത്തി ഞാനത് ഉറപ്പുവരുത്തി. കാരണം എൻ്റെ മൊബൈൽ ഓക്കെയാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ പാട്ട് തന്നെ റിപ്പീറ്റ് ഇട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ആ യാത്ര എത്തുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഈ പാട്ട് വെച്ച് കഴിഞ്ഞില്ല. വീട്ടിലെത്തി ഭയങ്കര സന്തോഷമായി, കാരണം ഒരു പുതിയ പാട്ട് കിട്ടിയല്ലോ. അപ്പോഴും എൻ്റെ ധാരണ, ഞാൻ അന്നത്തെ വൈദിക മന്ദിരത്തിൽ എനിക്ക് പാട്ട് ടൈപ്പ് റെക്കോർഡ് ഉണ്ട്, നല്ല സൗണ്ട് ഉള്ളതാണ്, നല്ല സൗണ്ട് സിസ്റ്റം, അന്നൊരു ക്രൈസ സൗണ്ടിന്. അപ്പോൾ അത് വെച്ചിട്ട് 2 ദിവസം നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ആ പാട്ട് വെച്ചിരുന്നു. രാത്രി കുറച്ച് സൗണ്ട് കുറച്ച് വയ്ക്കും, കാരണം തൊട്ടടുത്ത് റോഡാണ്. പകല് കുറച്ച് നല്ല സൗണ്ടിൽ വയ്ക്കും. എല്ലാം അതിൽ അടച്ചിട്ടിട്ട് നമ്മൾ ഈ ശവപ്പെട്ടിയിൽ ധ്യാനിക്കുന്ന പോലെ ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി. ഭയങ്കര സന്തോഷം എനിക്ക്. എപ്പോഴും നിത്യത ധ്യാനിക്കുന്നു, സ്വർഗം, വിശുദ്ധാത്മാക്കള്. അപ്പം ഞാൻ ബോറിങ്ങുള്ള ദിവസമൊക്കെ ഇങ്ങനെ പാട്ടുകൾ വയ്ക്കുമ്പോൾ ഞാൻ അറിയാതെ എന്നിലൊരു മാറ്റം, അതൊരു ശീലാക്കി. പ്രിയമുള്ളവരോടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യനാണ് നിങ്ങളെപ്പോലെയാ. മൂഡ് ഓഫുള്ള ദിവസങ്ങളുണ്ട്, ഒരു സുഖമില്ലാത്ത ദിവസങ്ങളുണ്ട്, താന്നുപോയ ആത്മീയതയിൽ താന്നുപോയ നിമിഷങ്ങളുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ചെയ്യുന്ന കാര്യം, എൻ്റെ മൊബൈലിൽ ഈ ഫ്യൂണറൽ സോങ്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. ഇങ്ങനെ 2 ദിവസം പാട്ട് വെച്ചിട്ട് ഒരു ചേട്ടൻ പറഞ്ഞു, കൈക്കാരൻ ചേട്ടൻ പറഞ്ഞു, അല്ലച്ചാ സിനിമയൊക്കെ കാണാൻ തുടങ്ങിയില്ലേ? സിനിമയൊന്നും കാണാൻ, അതൊക്കെ ഓർത്തഡോക്സ് സഭയിലെ മൃതസംസ്കാര ഗാനമാണ് ചേട്ടാ. മലയാളി അങ്ങനെയാണല്ലോ, അറിവില്ലെങ്കിലും തള്ളിക്കൊണ്ടിരിക്കും. മലയാളിയുടെ പ്രത്യേകത അറിവുണ്ടാവില്ല, പക്ഷെ എന്നാലും തള്ളലിനൊരു കുറവുമില്ല. തള്ളെന്ന് പറഞ്ഞാൽ അല്ലേ, വെച്ച് കയറിക്കോളും, അറിവുള്ളവനെ പോലെ സംസാരിക്കുക, അതാണ് മലയാളി. അറിവില്ലെങ്കിലും. എൻ്റെ അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. ഇത് ഓർത്തഡോക്സ് സഭയിലെ മൃതസംസ്കാര ഗാനമൊന്നുമല്ല, ഇത് ജോർജേട്ടൻ പൂരം എന്ന അങ്ങനെ ഒരു സിനിമയില്ലേ, അതിലത്തെ പാട്ടാണ്. വേണമെങ്കിൽ സംശയമാണെങ്കിൽ യൂട്യൂബ് എടുത്ത് കാണിച്ചു തന്നു, ദൈവമേ ദിലീപിൻ്റെ ഫോട്ടോ. സിനിമ കാണില്ല എന്ന് ആ ഇടവകയിൽ എല്ലാവർക്കും അറിയാം, പക്ഷേ 2 ദിവസം ഇടവകയിൽ കേൾക്കാവുന്ന, പരിസരം മുഴുവൻ കേൾക്കാവുന്ന രീതിയിലെ പാട്ട് ഞാൻ വെച്ചത്. അന്ന് മുതൽ പിന്നെ അത് സൈലൻ്റ് ആണ്, എൻ്റെ ചെവിട്ടിൽ മാത്രമേ ഉള്ളൂ, എൻ്റെ ബെഡ്റൂമിൽ ഒതുങ്ങി കേൾക്കുന്ന ശബ്ദമായി. പക്ഷെ ഇന്നും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പ്രഭാഷകൻ 7:36 ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യം ചിന്തിക്കുക. ഈ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്കൊരു പുതിയ ആത്മീയത പടുത്തുയർത്താൻ നൽകുന്ന ഹോംവർക്ക് എന്താണെന്നറിയോ? നാളെ കാലത്ത് മുതൽ ആരംഭിക്കട്ടെ ഈ ഹോംവർക്ക്. കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു 5-10 മിനിറ്റ് സമയം നിങ്ങൾ ഈ മൃതസംസ്കാര ഗാനങ്ങൾ നിങ്ങളുടെ സഭയിലുള്ളതും ധ്യാനിച്ചേ. 5:30 എഴുന്നേൽക്കുന്നവർ 5:15 എഴുന്നേറ്റിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ശവപ്പെട്ടിയിൽ കിടക്കുന്ന പോലെ അങ്ങോട്ട് കേൾക്കുക, എന്നിട്ട് പാട്ടങ്ങോട്ട് കേൾക്കുക. വേറെ ഒന്നും ധ്യാനിക്കണ്ട, ഒരു കൃപയും ചോദിക്കണ്ട, വെറുതെ അത് കേട്ടാൽ മതി. പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളുടെ ലിറ്റർജി അറിയില്ല. സീറോ മലബാർ സഭയിലാണെങ്കിൽ മനുഷ്യ നീ മണ്ണാക അല്ലെ, പാട്ട് എത്രയോ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാം എല്ലാം മാഞ്ഞടിയുന്നു. കൂടുതൽ ഇപ്പോഴും ഈ പാട്ട് ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന്. ആ ഒടുവിലെ യാത്രയൊന്ന് ധ്യാനിച്ചേ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. ഇനിയൊരു തിരിച്ചറിവില്ല. മെഴുതിരിയേന്തും മാലാക മരണരഥ. അങ്ങനെ മാലാഖയൊക്കെ മരണരഥത്തിൽ വരണമെങ്കിൽ നന്മയുടെ എന്തെങ്കിലും പുണ്യങ്ങൾ ജീവിതത്തിൽ വേണം. ഇതൊക്കെ ഞാൻ ധ്യാനിക്കാൻ തുടങ്ങുക പ്രിയമുള്ളവരെ. എത്രയോ കളക്ഷൻ ഉണ്ടെന്നറിയോ? അന്നത്തെ ദിവസം പെർഫെക്റ്റ് ഓക്കെ എഴുതി തരുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ തൊട്ടാ പറയണത്. ഇത് ഞാൻ വചനത്തിലൂടെ പോയപ്പോൾ ഇത് വചനത്തിൽ അനാദി മുതൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതം. അതുകൊണ്ട് കാലത്ത് എഴുന്നേറ്റിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 5 മിനിറ്റ് നമ്മുടെ ശവടുപ്പ് ധ്യാനിക്കുക. എൻ്റെ ഈശോയോട് പറയും, ഈശോയെ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവർത്തികളും പഠനങ്ങളും യാത്രകളും ഒക്കെ നിന്റെ ഇഷ്ടം പോലെ നിറവേറ്റാൻ എനിക്ക് കൃപ നൽകണമേ. ഒരു 5 മിനിറ്റ് കൂടി ആ പാട്ട് കേൾക്കുക, ആ ശുശ്രൂഷയിലെ ഗാനങ്ങൾ കേൾക്കുക. എന്നിട്ട് എഴുന്നേറ്റോ.
നീ പോലും അറിയാതെ നിന്നിൽ മാറ്റം വന്നിരിക്കും. നോർക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണമെന്ന യാഥാർത്ഥ്യം, ഉറപ്പുള്ള യാഥാർത്ഥ്യം, മനുഷ്യൻ ഇത് ഓർക്കണം, ഇതോർക്കണം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പൊ ഞാൻ മരിച്ചാൽ, നിങ്ങൾ മരിച്ചാൽ എത്ര ദിവസം നിങ്ങളുടെ ഓർമ്മയുണ്ടാകും? ഈ മരിച്ച വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, മരിച്ചു ഇപ്പോ ബിജു ആലപ്പാട്ടച്ചൻ പേരുണ്ട്, എനിക്കില്ലേ, അഡ്രസ് ഉണ്ട്, യെസ് ഓർ നോ? ഞാൻ മരിച്ചു കഴിഞ്ഞാലോ ബോഡി എപ്പോഴാ വരിക? ബോഡി എപ്പോഴാ വരിക? പേര് പോയി, ബോഡിയായി. യെസ് ഓർ നോ? ഇത്രയേ ഉള്ളൂ കേട്ടോ സ്നേഹമുള്ളവരെ. ഇനി മരിച്ച വീട്ടിൽ വന്നു, എന്താ സംഭവിക്കുന്നത്? ഇന്നെൻ്റെ നേർക്കാഴ്ച അച്ഛൻ പറയാം, കുറെ പേരൊക്കെ ആ ഒരു തിടുക്കത്തിലോ വന്നുല്ലേ, നോക്കി കണ്ടു, പോയി. കുറെ പേരൊക്കെ ബന്ധുമിത്രങ്ങൾ വരുന്നു, ആദ്യം ഒന്ന് കണ്ടു, പിന്നെ പുറത്തിരുന്ന് നാട്ടുവിശേഷം പറയാം. കുറെ നാളുകളായിട്ട് കണ്ടവര് ഇപ്പൊ സൗഹൃദം പുതുക്കാനുള്ളൊരു വേദിയാ മരിച്ച വീട്. കുറെ പേരൊക്കെ വീട്ടുകാരൊക്കെ വലിയ വേദനയൊക്കെ ഉണ്ട്. ശവടപ്പിന്റെ സമയം ഞാൻ ഇന്ന് ഓർക്കൊരു വികാരിച്ചനാ, സിമിത്തേരിയുടെ കാവൽക്കാരനാ, നമ്മുടെ അച്ഛന്മാര്, വികാരിച്ചന്മാര് എല്ലാവരും പ്രഗത്ഭരൊക്കെ മരിക്കും. എത്ര തിരക്കാന്നറിയോ ശവടപ്പിന്റെ. പ്രിയമുള്ളവരെ, ആ കല്ലറയ്ക്ക് അപ്പുറം വരെയുള്ളൂ കേട്ടോ. വൈകുന്നേരം വെറുതെ ഒന്ന് സിമിത്തേരിയിലേക്ക് പോകും, ഈ പ്രശസ്തനായ പ്രഗത്ഭനായവന്റെ കല്ലറയൊന്ന് കാണാൻ. കത്തി അമർന്ന ചന്ദനത്തിരികളും മെഴുതിരികളും, വാടിപ്പോയ പൂക്കള്, ആരുമില്ല, എല്ലാവരും പോയി മറഞ്ഞു. ഇനി ആ വീട്ടുകാർക്ക് എത്ര ദിവസം വിഷമം ഉണ്ടാകും? മാക്സിമം പോയ 1-2 ആഴ്ച. മെല്ലെ മെല്ലെ ആ കുടുംബത്തിലേക്ക് സന്തോഷം വരും. ഈ ഓർമ്മകളൊക്കെ അസ്തമിക്കാൻ തുടങ്ങും. പിന്നെ TV ആയി, യൂട്യൂബായി, വാട്സപ്പായി, ഉത്സവങ്ങളായി, ആഘോഷങ്ങളായി, വിനോദയാത്രകളായി ആ വീട്ടിലേക്ക് സന്തോഷം തിരിച്ചു വരും. പക്ഷെ മരിച്ചവനെ കുറിച്ചുള്ള ഓർമ്മ അസ്തമിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ്. എപ്പോഴെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടോ സ്നേഹമുള്ളവര്? ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അതിനെ ഒന്ന് നന്മയുള്ളതാക്കി മാറ്റി, നന്മയുടെ സ്മരണ അരശ്. നീ സമ്പാദിക്കുന്നതും ബന്ധങ്ങളും ഒക്കെ കല്ലറയുടെ അപ്പുറം വരെയുള്ളൂ കേട്ടോ. കല്ലറയ്ക്കിപ്പുറത്തേക്ക് നിന്റെ ചെയ്തികളും നീയും മാത്രമേ യാത്രയായി ഉണ്ടായുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈ പണ്ടൊക്കെ ഗൾഫിലേക്ക് മക്കളെ അയക്കുമ്പോൾ, എൻ്റെ അനിയൻ ഗൾഫിലേക്ക് പോയി 98-ല്, അന്ന് ബന്ധങ്ങളൊന്നുമില്ല. അവൻ പോയിട്ട് ഒരു അഡ്രസ്സും ഇല്ല, ഒരു 40 ദിവസം നോ അഡ്രസ്. അന്ന് ഇതുപോലെ ഫോൺ ചെന്ന വഴിക്ക് വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ എത്തിയ വഴിക്ക് എൻ്റെ ഉടുപ്പിന് മാറ്റത്തിന് അവനെ അഡ്രസ്സില്ല, അമ്മ കരഞ്ഞിട്ടാണ് വന്നത്. അവൻ പോയിട്ട് ദിവസങ്ങളായി, ഒരു വിളിയില്ല, തെളിയില്ല, കാരണം ഒരു സിമ്മ് കിട്ടണ്ടേ. ഇന്നൊക്കെ ഈസിയാ. അമ്മയുടെ വേദന ഞാൻ കണ്ടതാ. അപ്പോൾ ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും, ഒരു പിടുത്തത്തിന് അല്ലേ. മക്കളെ പറഞ്ഞയക്കുമ്പോൾ സേഫ് ആകാൻ വേണ്ടി അവിടെ ബന്ധങ്ങളുണ്ടോ, പരിചയക്കാരുണ്ടോ, അത് ഉറപ്പ് വരുത്തിയാൽ കുറച്ച് ആശ്വാസമാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവിടേക്ക് നോക്കണം, തമ്പുരാനിലേക്ക്. ഈ ഭൂമിയിലിരുന്നുകൊണ്ട് തമ്പുരാന്റെ കര ഒന്ന് പിടിച്ചേ. അവിടെ എത്തുമ്പോ ഈശോ പറയും, മോനെ വാ, മോളെ വാ. എന്നാൽ ഈ ഭൂമിയിൽ തമ്പുരാനെ മറന്ന് ആ കരത്തിൽ നിന്ന് നീ കൊതറിപ്പോയേ, അവിടെ എത്തുമ്പോൾ പറയും, നീ ആരാണെന്ന് എനിക്കറിയില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ നിന്ന് അകന്നു പോകുവിൻ. അപ്പോൾ നമ്മൾ വിലപിക്കും, നിന്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കി, രോഗികളെ സുഖപ്പെടുത്തി, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തി. പക്ഷേ ഈശോ അപ്പോഴും പറയും, ഞാൻ നിങ്ങളെ അറിയില്ല. യഥാർത്ഥ ശിഷ്യനാരാ? നീതി പ്രവർത്തിക്കുന്നവൻ. പ്രിയമുള്ളവരെ, ഈ ചുരുങ്ങിയ കാലഘട്ടം എണ്ണപ്പെട്ട ദിനങ്ങളാ. അതിനെ ദിവസങ്ങളാക്കിയാലും മണിക്കൂറാക്കിയാലും ചങ്കിടിപ്പ് കൂടും. ആയതിനാലേ അതിനെ ശ്രേഷ്ഠമാക്കാൻ, വിശുദ്ധമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ പേരും പ്രശസ്തിയൊക്കെ നേടിയാൽ പിന്നെ അവിടെ ഒന്നും കിട്ടില്ല. നേരെ മറിച്ച് ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ നിനക്ക് വിലയുണ്ട്, അവിടെ വിലയുണ്ട്. നല്ല ഉദാഹരണം ധനവാനും ലാസറും അല്ലേ. ഈ ഭൂമിയിൽ കഷ്ടതകളിലൂടെ, കഷ്ടപ്പാടിലൂടെ, അവഗണനയിലൂടെയൊക്കെ പോയ ലാസറിനെ കിട്ടിയത് നിത്യാനന്ദം. എന്നാൽ ഈ ലോകത്തിന്റെ സുഭിക്ഷതയും സന്തോഷവും നേടിയ ആ ധനവാന് കിട്ടിയത് നിത്യനരകം. ഇന്നിന്റെ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ചോദിക്കുകയാണ്, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ എടുത്താൽ നീ സമ്പാദിച്ചത് ആരുടേതാകും? ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ എടുത്താൽ നീ സമ്പാദിച്ചത് ആരുടേതാകും? അതെ, എന്നോടും നിങ്ങളോടും എൻ്റെ ആത്മാവിലേക്ക് നോക്കി ഈശോയുടെ ചോദ്യ, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ നീ സമ്പാദിച്ചത് ആരുടേതാകും? പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോഴും ധ്യാനിക്കുന്ന ഒരു ചിത്രം, നമ്മൾ ജനിച്ച നിമിഷം മുതലേ നമ്മുടെ കൂടെ നടക്കുന്ന നല്ലൊരു സുഹൃത്തുണ്ട്. നീ നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നീ ഓർത്തില്ലെങ്കിലും നിന്നെ കരുതലോടെ കൊണ്ടുവന്ന് നടക്കുന്ന ആ സുഹൃത്ത്, അതിന്റെ പേരെന്താ? ഏതാ? ആത്മാവാ? അല്ല. സീറോ മലബാർ ലിറ്റർജിയില് ഇങ്ങനെയാണ്, മരണദൂതൻ.
മരണദൂതൻ നമ്മുടെ ഒപ്പമുണ്ട് ഒരു നിഴൽ പോലെ. നീ നന്മ ചെയ്താലും തിന്മ ചെയ്താലും, പക്ഷെ പിതാവിന്റെ കൽപ്പന കേൾക്കാൻ വേണ്ടി അവന് കാത്തു നിൽക്കുക. പിതാവിന്റെ കൽപ്പന കേട്ടാൽ അവൻ നിന്നെ കൊണ്ടുപോകും, പിന്നെ സമയം തരില്ല. ഞാൻ നേരത്തെ പാടിയല്ലോ, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ, കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി, മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ, നാദാ നീ താൻ അവലംബം. അതെ പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ അവസാനം. ഒരുങ്ങാനുള്ള സമയം ഇതാ, നന്മ ചെയ്യാൻ പുണ്യം ചെയ്യാനുള്ള സമയം ഇതാ. ഇപ്പോൾ കർത്താവ് കരുണയോട് കൂടിയിട്ടാ. ഫൗസ്റ്റിനോട് ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് കരുണയുടെ മണിക്കൂറാ, നീ കരുണയുടെ കവാടത്തിലൂടെ കടക്ക. എന്നാൽ അല്പം കഴിഞ്ഞാൽ എന്റെ നീതി നടപ്പാക്കുന്ന സമയമുണ്ട്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് കരുണയല്ല, കർത്താവ് നീതിയെ പ്രവർത്തിക്കുന്നത്. 2 കൊരിന്ത്യർ വചനം പറയാ, ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നീ വരണം. നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടത്, ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. പ്രിയമുള്ളവരെ, ആരാധനയിലേക്ക് കടക്കുകയാണ്. അനശ്വരമായ നിത്യമായ തമ്പുരാന്റെ ഒപ്പമാണ് നമ്മുടെ വാസം. ജെറമ്യാ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്, നീ ഭൂമിയിൽ കൂടാരങ്ങളിൽ വസിക്കണം. അതേ പ്രിയമുള്ളവരെ, ഈ ടെന്റ് കെട്ടി ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അവർക്ക് സ്ഥലം ഒന്നുമില്ല. കുറച്ച് നാളിവിടെ ഈ സാരി കൊണ്ടും ഇതൊക്കെ ടെന്റ് കെട്ടും, കുറെ കഴിയുമ്പോൾ അവര് അത് ചുറ്റികൂട്ടി അപ്പുറത്തേക്ക് പോകും. കൂടാരങ്ങളിൽ വസിക്കണം. അതേ പ്രിയമുള്ളവരെ, വസതി ഭവനം നിത്യമായത് അത് കാത്തിരിക്കുക. ഇനി നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഫ്രീഡം ഓഫ് ചോയ്സ്. നന്മയുടെ സ്വർഗം, തിന്മയുടെ നരകം തിരഞ്ഞെടുക്കുവാനുള്ള ഈ ജീവിതം നിനക്ക് തീരുമാനിക്കാം. നന്മയുടെ വഴിയാണെങ്കിൽ സ്വർഗം, തിന്മയുടെ വഴിയാണെങ്കിൽ നരകം. ഏത് വേണം? ഈ ഭൂമിയിൽ 70 വർഷം അല്ലെങ്കിൽ 80 വർഷം പോട്ടെ, 100 വർഷം, പക്ഷെ കാത്തിരിക്കുക അനന്തമായ സ്വർഗം, അനന്തമായ നരകം. നരകത്തിന്റെ പീഡ ധ്യാനിക്കുക, സ്വർഗത്തിന്റെ ആനന്ദം ധ്യാനിക്കുക. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗം വേണോ, അതോ നിത്യപീഡയായ നരകം വേണോ? ഇനി അച്ഛന് ഒരു സൈറ്റ് പരിചയപ്പെടുത്താം. ഫാദർ ജോസ് മണിയങ്കാട്ട്, മലങ്കര കത്തോലിക്ക സഭ വൈദികനാണ്. അച്ഛൻ മരിച്ചതാണ് 82-ലെ ആക്സിഡന്റിൽ മരിച്ചു. വൈദ്യശാസ്ത്രം വിധി എഴുതി. അച്ഛൻ്റെ ഇടവകയിലെ അവസാനത്തെ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നു. പക്ഷേ അച്ഛൻ വീണ്ടും ജീവിതത്തിലേക്ക് വന്നു. നിങ്ങൾക്ക് അതിൻ്റെ സംഭവം അച്ഛൻ്റെ വാക്കുകൾ, ഫാദർ ജോസ് മണിയങ്കാട്ട്, സീറോ മലബാർ കൺവെൻഷൻ, അറ്റ്ലാന്റ. വെറും ഫാദർ ജോസ് മണിയങ്കാട്ട് എന്നടിച്ചാൽ യൂട്യൂബിൽ അച്ഛൻ ഇന്നും ലൈവാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് അടിക്കാം. സ്വർഗത്തിൻ്റെ അവസ്ഥ, നരകത്തിൻ്റെ അവസ്ഥ, ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അവസ്ഥ. സമയക്കുറവുള്ളതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇത് ധ്യാനിക്കട്ടെ. നശ്വരമായത് ധ്യാനിച്ചാൽ ഇവിടെ അവസാനിച്ചു. പിന്നെ നിത്യമായ ശിക്ഷയിലേക്ക് നമുക്കൊരു നിമിഷം മുട്ടുകുത്തി കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. കടന്നു പോകേണ്ടവൻ, ചുരുങ്ങിയ നാളുകൾ ഒരു സത്രത്തിൽ ഒരു രാത്രി തങ്ങുവാൻ 4 ദിക്കുകളിൽ നിന്നും ചേക്കേറുന്നവരെ പോലെ പ്രഭാതമാകുമ്പോൾ 4 പേരും പലരും പല ദിക്കുകളിലേക്ക് ചേറിപ്പോകുന്ന പോലെ അത്രയേ ഉള്ളൂ ഈ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം. ഒരു സത്രം കണക്കെ, ഒരു നീർക്കുമിള കണക്കെ ഉള്ള ഈ കൊച്ചു ജീവിതം, അതെ, നന്മ ചെയ്തുകൊണ്ട് നന്മയാൽ സമ്പുഷ്ടമായിട്ട് വേണം ഞാൻ ഇവിടുന്ന് കടന്നു പോകാൻ. ഈ ഭൂമിയിലല്ല നിന്റെ നിക്ഷേപം കരുതി വെക്കേണ്ടത് സ്വർഗത്തിലാണ്. നിന്റെ മരണസമയത്ത് നിനക്ക് സമാധാനവും സന്തോഷം പകരുന്നത് നിന്റെ നന്മയുടെ ചെയ്തികളാണ്. ഈശോയെ, മറന്നുപോയ ഒരു സത്യം, ഉറപ്പുള്ള ഏക സത്യം, ഞാൻ മരിക്കും, എനിക്കൊരു പാസ് ഓവർ ഉണ്ട്, ഒരു കടന്നുപോകലുണ്ട്. ബോധ്യങ്ങൾ നൽകിയതിനോർത്ത് നന്ദി. ആരാധന ഗാനത്തോട് ചേർന്ന് നമ്മൾ തമ്പുരാന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുക. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ തൊട്ടല്ലാതെ നീ കടന്നു പോകരുത്. ഒറ്റ ആഗ്രഹം വേണ്ടു. വിമോചകൻ, സൗഖ്യദാതാവ്, എവിടെയാണോ നിന്റെ ജീവിതത്തിന് വിമോചനം, സൗഖ്യം വേണ്ടത് ഈശോയ്ക്ക് കൊടുക്ക്. നിത്യതയിലേക്ക് എന്നെ അടുപ്പിക്കുന്ന പുണ്യങ്ങൾ നീ ചോദിക്കേ. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നൽകും.
ഈ ആരാധനയിലെ ഭൗതികമായ ഒന്നും നീ ചോദിക്കരുത്. നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന പുണ്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ നിത്യതയിലേക്ക് എന്നെ അടുപ്പിക്കാനുള്ള എന്നെ തൊടേണ്ട മേഖലകളും വിമോചനം സൗഖ്യം ആവശ്യമുള്ള മേഖലകളും ആഗ്രഹിക്കാൻ ഗാനത്തോട് ചേർന്ന് കുർബാന അഭിഷേകം ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ. ഈശോയിലേക്ക് നോക്കി കുമ്പിട്ടാചാരം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയും മാത്രം അതിവികാരത്തിലേക്ക് നോക്കി കൈകൾ കൂപ്പി. കുർബാന അഭിഷേകം ബലിയുടെ അഭിഷേകം കുർബാന അഭിഷേകം ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ 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 ഞങ്ങളിലിപ്പോൾ പകരണമേ. ദിവ്യകാരുണ്യ അഭിഷേകം ഒഴുകുന്ന സമയം എന്നെ വിമോചനം സൗഖ്യം ആവശ്യമുള്ള മേഖലകൾ കൊടുക്കുക. ഈശോയേ എന്നെ തൊട്ടല്ലാതെ നീ പോകരുത്. മനസ്സിൽ പ്രാർത്ഥനയോടെ സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം കാൽവരി മലയിലെ കുരിശിലെ അഭിഷേകം സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം കാൽവരി മലയിലെ കുരിശിലെ അഭിഷേകം എമ്മാവൂസിലെ കുർബാന അഭിഷേകം തിബേരിയാസിലെ തീരത്തെ അഭിഷേകം എമ്മാവൂസിലെ കുർബാന അഭിഷേകം തിബേരിയാസിലെ തീരത്തെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ 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 ഞങ്ങളിലിപ്പോൾ പകരണമേ. കൈകളടിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ഒഴുകുന്ന സമയം ഈശോയെ അഭിഷേകം എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് എന്റെ കുടുംബങ്ങളിലേക്ക് ഈ ഇടവകയിലേക്ക് ഈ പ്രദേശത്തിലേക്ക് ഒഴുക്കണേ എന്ന പ്രാർത്ഥനയോടെ കൈകളടിച്ചുകൊണ്ട് ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ കുർബാന അഭിഷേകം ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിലിപ്പോൾ പകരണമേ 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 ഞങ്ങളിലിപ്പോൾ ഈശോയേ സൗഖ്യം ആവശ്യമുള്ള വിമോചനം ആവശ്യമുള്ള മേഖലകളിലേക്ക് ഈശോ എന്ന് വിളിച്ചേ. ഈശോയെ നീ എന്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യതയില്ല, ഒരു വാക്ക് കേൾപ്പിച്ചാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഈശോയെ എന്നെ തൊട്ടല്ലാതെ പോകരുത്. ഈശോ ഒരിക്കൽ കൂടി വിളിക്കേ. ആവശ്യമുള്ള മേഖലകൾ ഒരുപക്ഷെ നിന്റെ വ്യക്തി ജീവിതമാകാം, മനസ്സിന് തലമാകാം, ആത്മാവിന് തലമാകാം, ശരീരത്തിന് മേഖലയാകാം, രോഗമാകാം, നിന്റെ കുടുംബമാകാം, ചില കുടുംബാംഗങ്ങളെയാകാം. എവിടെയാണ് ഈശോ തൊടേണ്ടത്? ഒരിക്കൽ കൂടി അവിടേക്ക് ഈശോയെ വിളിച്ച് ഒറ്റ വിളി. ഈശോ അന്തയാചകൻ വിളിച്ചതുപോലെ ദാവീദിന്റെ പുത്ര
കൈകളടിച്ചോണ്ട് പാടാം. ശക്തമായി കൈകളടിച്ചോണ്ട് ഈശോയിലേക്ക് നോക്കി. സേറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സേറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളൊഴിയും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളൊഴിയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ ആരാധിക്കുന്നു, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നു, സർവശക്തിയോടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഈശോയിലേക്ക് നോക്കി എല്ലാ മഹത്വം ഈശോയ്ക്ക് കൊടുത്തോണ്ട്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ മഹത്വം ഈശോയ്ക്ക് കൊടുത്തോണ്ട് ഈ സമയം ആരാധിക്കാം. ശക്തമായ കരങ്ങൾ അടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും ശക്തി പകർന്നിടും, ഞങ്ങൾ വിജയം നേടിയിടും. അന്ത്യം വരെയും പൊരുതിയിടാൻ ജീവൻ ബലിയായി നൽകിയിടാൻ ബലം പകർന്നിടും, ഞങ്ങൾ ജലചൊരിഞ്ഞിടും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനെ ചേർന്ന് പാടിയേ. ആരാധിക്കുന്നേ, സർവശക്തിയോടെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ഒരിക്കൽ കൂടി ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും ശംഖുപൊട്ടി വിളിക്കുന്ന ഈശോയേ, ഈശോ ശംഖുപൊട്ടി വിളിക്കുന്ന ഈശോ. പരിശുദ്ധമായ നാമം, ആകാശത്തിന് കീഴെ രക്ഷയ്ക്കുള്ള ഏക നാമം, പിശാച് ഭയപ്പെടുന്ന നാമം, പ്രകൃതി അനുസരിക്കുന്ന നാമം, അതെ യേശുനാമം. ഒരിക്കൽ കൂടി വിളിക്കുന്നു ഈശോയേ. ഈ സമയം സൗഖ്യാനുഭവം വ്യാപിക്കുന്നു, കെട്ടുകൾ വിട്ടു പോകട്ടെ, സിംഹങ്ങൾ അകന്നു പോകട്ടെ. ഈ സമയം വിശുദ്ധ കുരിശിനായി ജനത്തെ മുദ്രവയ്ക്കുന്നു. ഇവരുടെ എല്ലാ ജീവിത മേഖലകളും ഈശോയെ തിരുരക്തം കൊണ്ട് കഴുകണേ, വിശുദ്ധീകരിക്കണേ. ഒരിക്കൽ കൂടി വിളിക്കുന്നു എന്റെ ഈശോ. ഒരിക്കൽ കൂടി എവിടെയാ ഈശോ നിന്നെ തൊടേണ്ടത്? ചില പാപത്തിന്റെ മേഖലകളാകാം, ചില തടക്കദോഷങ്ങളാകാം. എവിടെയാ ഈശോ നിന്നെ തൊടേണ്ടത്? രോഗത്തിന്റെ മേഖലകളാകാം, മനസ്സിന്റെ മേഖലകളാകാം, ഒരു ആത്മീയമായ മേഖലകളാകാം. ഈശോയെ എന്നെ തൊട്ടല്ലാതെ നീ പോകരുതേ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലവിളിച്ച് ഈശോ എന്നെ തൊട്ടല്ലാതെ നീ കടന്നു പോകരുതേ. കൈകളടിച്ചോൾ പാടാം, ശക്തമായി കൈകളടിച്ചോണ്ട്. കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ തമ്പുരാനേ, തമ്പുരാനേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ തമ്പുരാനേ, തമ്പുരാനേ. സേറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് സ്വന്തം മക്കൾ മാലാഖവൃന്ദത്തോട് ചേർന്ന് ആരാധിക്കാം. സേറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ. സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ച് ഈശോയെ ആരാധിക്കുന്ന പുണ്യപ്പെട്ട സമയം. കെട്ടുകളൊഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളൊഴിയും ആരാധനയിങ്കൽ. കെട്ടുകൾ അഴിയുന്ന സമയം, ക്ഷീണം മാറും ജീവിതത്തിന്റെ കെട്ടുകൾ ഈശോയ്ക്ക് കൊടുത്തേ. പൺകുടമുടയും ഈശോ അഴിക്കുന്ന സമയം. ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിച്ചേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഒരിക്കൽ കൂടി ആരാധിക്കുന്നേ ഞങ്ങൾ ആത്മനാഥൻ യേശുവിനെ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ശംഖുപൊട്ടി വിളിക്കുന്ന ഒരിക്കൽ കൂടി ഈശോ. എന്റെ അപ്പാ, അപ്പാ പിതാവേ, നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന പുണ്യങ്ങൾ കൊണ്ട് ഈ സമയം നിറയ്ക്കണേ. പാപപേക്ഷിക്കാനുള്ള കൃപ നൽകണേ. ശംഖുപൊട്ടി വിളിക്കുന്ന ഈശോ.
ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ മഹത്വം. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.